ഹലോ, ഓഡിബിൾ അല്ലേ? വിൽ സ്റ്റാർട്ട്. ഹായ്, ഗുഡ് മോർണിംഗ് എവറി വൺ. എല്ലാവർക്കും ഒരു ഹാപ്പി റിപ്പബ്ലിക് ഡേ ദിനം ആദ്യമായിട്ട് തന്നെ പറയുകയാണ്. നമ്മുടെ സെഷനിലോട്ട് കിടക്കുകയാണ്. നമ്മുടെ ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്ന പുസ്തകം ഇപ്പോൾ ഒരു 5ാം പതിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ആദ്യത്തെ വർഷത്തെ റോയൽറ്റി കംപ്ലീറ്റ് ആയിട്ട് വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി കൊടുത്ത ഒരു പുസ്തകം കൂടിയാണ് ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഓൺ യുവർ ഗ്രേറ്റ് എഫേർട്സ്. പിന്നെ നോട്ട് ഓൺലി ദാറ്റ് ഗ്രേറ്റ് ജെസ്റ്റർ ആൻഡ് ഫോർ എ വണ്ടർഫുൾ ബുക്ക്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഡോക്ടർ സൗമ്യയോടാണ് നമ്മുടെ ഈ സെഷൻ തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഡോക്ടർ സൗമ്യയ്ക്ക് അറിയാം, നമ്മുടെ ഇടയിൽ ഈ കുട്ടികളെ സംബന്ധിക്കുന്ന പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. അപ്പം പലപ്പോൾ ഗ്രോത്തിനെ കുറിച്ചാവാം, പീഡിയാട്രിക് ടെക്സ്റ്റ് ബുക്സുകൾ ഒരുപാടുണ്ട്, പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ടെക്സ്റ്റ് ബുക്സുകളുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പക്ഷേ സ്റ്റിൽ ദെൻ ഓക്കെ, യു ആർ എ പീഡിയാട്രിഷ്യൻ, ബട്ട് സ്റ്റിൽ ദെൻ എന്തുകൊണ്ട് ഇങ്ങനൊരു പുസ്തകം? നോട്ട് ഓൺലി ദാറ്റ്, നമ്മളൊരു റീഡറിൻ്റെ കാഴ്ചപ്പാടെന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ പുസ്തകത്തിൽ നിന്ന് എന്താണ് വിഭിന്നമായി കിട്ടാനുള്ള മറ്റ് പുസ്തകങ്ങൾ കിട്ടാത്തത്, അല്ലെങ്കിൽ എൻ്റെ ഒരു പാരൻറ്റിങ് സ്റ്റൈലിനെ ഇതെങ്ങനെ ഗൈഡ് ചെയ്യും, എന്നെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യും? ഹലോ, കേൾക്കാമല്ലോ അല്ലേ? എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി റിപ്പബ്ലിക് ഡേ. അപ്പോൾ അശ്വതിയുടെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ പുസ്തകം എങ്ങനെയാണ് ബാക്കി കുട്ടികളുടെ ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള ബുക്കുകളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ധാരാളം ബുക്കുകൾ കുട്ടികളുടെ പാരൻറ്റിങ്ങിനെ, അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ നമുക്ക് നല്ലൊരു പാരൻസ് ആവാം, അല്ലെങ്കിൽ പാരൻറ്റിങ് എങ്ങനെ ചെയ്യാം, കുട്ടികളുടെ സൈക്കോളജി, അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഞാൻ ധാരാളം ബുക്കുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബുക്ക് ബേസിക്കലി പാരൻറ്റിങ് ടച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ആ ഒരു വിഷയത്തിൽ ആക്ച്വലി വേണ്ടതിലധികം ചർച്ചകളും അതുപോലെ തന്നെ കൃതികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അച്ഛനമ്മമാർക്ക്, എല്ലാ അച്ഛനമ്മമാരും വളരെയധികം നന്നായിട്ട് വായിക്കുന്നവരാണ്, അല്ലെങ്കിൽ നന്നായിട്ട് റിസർച്ച് ചെയ്യുന്നവരാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും അത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല. കാരണം അസുഖങ്ങളെ പറ്റി പലപ്പോഴും അവർ റിസർച്ച് ചെയ്തിട്ടും വായിച്ചിട്ടും ഒക്കെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ പലപ്പോഴും ട്രീറ്റ്മെൻറ്റിനെ പറ്റി, അല്ലെങ്കിൽ അസുഖത്തിൻ്റെ കൂടുതൽ ടെസ്റ്റുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ വളരെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവരത് മനസ്സിലാക്കാറുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് കാണുന്ന ഒരു ലാക്ക് ഓഫ് അവെയർനെസ് എന്ന് പറയുന്നത് വേറെ ചില മേഖലകളിലാണ്. ഞങ്ങൾ ജനറൽ പീഡിയാട്രിക്സ് എന്ന് പറയും. ആദ്യം ഞാൻ ആക്ച്വലി ഒരു ബുക്ക് എഴുതാൻ ആലോചിച്ചത് കുട്ടികളുടെ കോമൺലി കാണുന്ന അസുഖങ്ങളെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, നമ്മൾ ജലദോഷം, പനി എന്നൊക്കെ പറയുന്നത് കുഞ്ഞു കാര്യങ്ങൾ, അതുപോലെ മൂത്രപ്പഴുപ്പ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. അപ്പോൾ കുട്ടികളിൽ കാണുന്ന വളരെ കോമൺ ആയി കാണുന്ന അസുഖങ്ങളെ പറ്റി എഴുതാം ആദ്യമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി നമ്മൾ ആദ്യം അസുഖം അല്ലെങ്കിൽ അബ്നോർമലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയണതിനേക്കാൾ നല്ലത് കുട്ടികൾ നോർമലായിട്ട് എങ്ങനെ ഇരിക്കണം, ജനറലായിട്ട് നോർമലായിട്ട് നമ്മുടെ അച്ഛനമ്മമാരെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ ആദ്യം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിനി അടുത്ത ബുക്കൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഈ കാര്യങ്ങൾക്ക് പോവാം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു കുട്ടി ജനിച്ച മുതൽ, ഇപ്പം നമ്മൾ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് 18 വയസ്സ് വരെയാണ്, അതായത് ഒരു അഡൾട്ട് ആവുന്നത് വരെ. അപ്പോൾ ആദ്യത്തെ 18 വർഷങ്ങൾ ഒരു കുഞ്ഞിൻ്റെ വളർച്ച, അതിപ്പോൾ ശാരീരികമായിട്ടുള്ള വളർച്ച മാത്രമല്ല, ബുദ്ധിപരമായിട്ടുള്ള വളർച്ച. ശാരീരികമായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ്, എത്ര ഹൈറ്റ് എത്ര വെക്കണം, എത്ര തൂക്കം വെക്കണം, ഓരോ പ്രായത്തിലും എങ്ങനെ തൂക്കം കൂടണം. അതുപോലെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച, ഞങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ പീഡിയാട്രിക്സിൽ അത് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ്, ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങളെ എന്തൊക്കെ നമ്മൾ ശാരീരികമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, മാനസികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ സംസാരിച്ച് തുടങ്ങണം. അപ്പോൾ ഇന്ന് ഈ പ്രത്യേകിച്ചിട്ട് ഈ ഒരു പോസ്റ്റ് കോവിഡ് സമയത്ത് പുരുഷോത്തമ സാർക്കൊക്കെ അറിയാം, ഞങ്ങളിപ്പോൾ ഇന്ന് കാണുന്ന കുട്ടികളിൽ മെയിനായിട്ടുള്ള പ്രശ്നം അസുഖങ്ങളെക്കാൾ കൂടുതൽ കോഗ്നിറ്റീവ് ഡിലേ ആണ്. അതായത് കുട്ടികൾ സ്പീച്ച്, സംസാരിക്കുന്നത് വൈകുന്നു, സോഷ്യലൈസ് ചെയ്യാൻ കാര്യം ഒരു സോഷ്യലൈസ് ചെയ്യേണ്ട സമയത്ത് ഈ കോവിഡ് കാലഘട്ടത്തിൽ പെട്ട കുട്ടികൾ, അതായത് ആ സമയത്ത് 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ പലപ്പോഴും വീട്ടിനുള്ളിൽ തന്നെ ആയിരുന്നല്ലോ 1-2 വർഷം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സോഷ്യലൈസേഷൻ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അവരിൽ പലതരത്തിലുള്ള ഡിലേസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അച്ഛനമ്മമാരെ കുറച്ചുകൂടി, പിന്നെ ഇമ്മ്യൂണൈസേഷൻ സാർ അതിനെപ്പറ്റി വിസ്തരിച്ച് സംസാരിക്കും. പക്ഷേ എങ്കിൽ പോലും വളരെ ഞങ്ങൾക്കൊക്കെ വേദന നൽകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 വർഷം, അല്ലെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന ആ ഒരു 5-6 വർഷത്തിൽ ഞാൻ ഡിഫ്തീരിയ കേസൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വളരെ അഭിമാനിച്ചിരുന്ന കാര്യങ്ങളാണ് കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ. നമ്മൾ പുതിയ വാക്സിനുകൾ കണ്ടുപിടിക്കുന്നു, കുട്ടികൾ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളം നല്ല രീതിയിൽ ഇമ്മ്യൂണൈസേഷനിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കുറച്ച് പുറകോട്ട് പോവുകയാണ്. കാരണം
ഇന്ന് വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴി വരുന്ന ചില ഫേക്ക് ന്യൂസുകൾ. പക്ഷേ എല്ലാ അച്ഛനമ്മമാർക്കും അതിനെപ്പറ്റി അറിയില്ല. പല ന്യൂസുകളും അവർ കൂടുതൽ ഫാക്ട് ചെക്ക് ചെയ്യാതെ അത് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില വാക്സിനുകൾ കൊടുത്താൽ കുട്ടികൾക്ക് ഓട്ടിസം വരും എന്നുള്ള നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ച ചിലരെങ്കിലും അതിൽ നിന്നൊന്ന് പുറകോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറയുന്ന പല സംഗതികളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അത് സംഭവിക്കാൻ പാടുള്ള കാര്യമല്ല. അപ്പോൾ ഏതൊക്കെ പ്രായത്തിൽ ഏതൊക്കെ ഇമ്മ്യൂണൈസേഷൻസ് കുട്ടികളെ എടുക്കണം, എന്തിനെടുക്കണം? ഇപ്പോൾ ചില ആളുകളോട് വളരെ നമ്മൾ BCG ജനിച്ച ഉടൻ കൊടുക്കുന്ന ഒരു വാക്സിനാണ് അല്ലേ BCG. കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. എന്തിനാ BCG കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില അച്ഛനമാർക്ക് അറിയില്ല എന്ത് അസുഖമാണ് ഈ BCG തടയുന്നത്, നമ്മൾ എന്തിനാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ ഞാൻ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, നമ്മൾ കുട്ടികൾ ഒന്നാം പിറന്നാളിനും 28-നും നമ്മൾ ഇപ്പം നമുക്കത് പാടില്ല എന്നറിയാം, പൗഡറും
എല്ലാ വാക്സിനും ഇറക്കുന്ന വാക്സിൻ്റെ മുഴുവൻ നമ്മൾ വേണമെന്നുള്ള രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ചിലതിനൊന്നും പ്രസക്തി കാണില്ല. അപ്പോൾ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ നാട്ടിൽ പ്രസക്തമായിട്ടുള്ള വാക്സിനുകൾ തീർച്ചയായും എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുതിയ അഡ്വാൻസസിൽ കൂടെ വരുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ വേണ്ടിടത്ത് അഫോർഡ് ചെയ്യുന്ന ആൾക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഭാഗം കോവിഡ് വാക്സിൻ്റെ കാര്യം. അത് പഠനമില്ലാതെ പെട്ടെന്ന് ഇറക്കിയതല്ലേ, അതിനെങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? അത് മൾട്ടിനാഷണൽസും നമ്മൾ ദേശീയ തലത്തിലുള്ള ആൾക്കാരും കൂടി ടൈപ്പായി കഴിഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? അല്ല. നമ്മൾ 1796 സ്മോൾ പോക്സ് വാക്സിൻ വന്ന് പിന്നെ ഓരോ വാക്സിനുകളും വരുന്നത് പതിറ്റാണ്ടുകളുടെ റിസർച്ചും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലത്തെ പുതിയ അഡ്വാൻസസ് വന്നപ്പോൾ ഒരു വാക്സിനൊക്കെ ഇറക്കാൻ അതിനൊക്കെ വളരെ ഫാസ്റ്റ് സ്പീഡ് അപ്പ് ചെയ്യാൻ പറ്റും. ആനിമൽ സ്റ്റഡീസ്, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, ടെർഷറി ലെവൽ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഇറക്കാൻ ഈ കോവിഡ് വാക്സിൻ്റെ കാര്യത്തിൽ 11 മാസം കൊണ്ടാണ് വാക്സിൻ ഇറക്കിയത്. അതൊരു ചരിത്രത്തിൽ ഇന്നേ വരെ സംഭവിച്ചിട്ടുള്ളതൊരു കാര്യമാണ്. അതൊരാവശ്യകതയായിരുന്നു. അത് കോവിഡ് വാക്സിൻ വേണ്ട എന്നല്ല, കോവിഡ് വാക്സിൻ കൊണ്ടാണ് ഈ പാൻഡമിക്കിൻ്റെ ഇടയിൽ മരണങ്ങൾ ഒരുപാട് കുറക്കാൻ സാധിച്ചത്. അവിടെയും ഈ പറഞ്ഞ 2 ചോദ്യങ്ങൾക്ക് അത് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നീതിശാസ്ത്രങ്ങളും അത് അംഗീകരിച്ചുകൊണ്ടോ തന്നെയാണോ വാക്സിനുകളെല്ലാം ഇറക്കിയിട്ടുള്ളത്? 1921 ഈ ഭാരത് ബയോടെക്കിൻ്റെ വാക്സിൻ വന്നപ്പോൾ നമുക്കറിയാം എമർജൻസി യൂസ് അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് പെട്ടെന്നത് ഇറക്കുകയുണ്ടായത്. അപ്പം അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ ചിലപ്പം നമ്മൾ ആ രീതിയിൽ ചെയ്യേണ്ടി വരും. പക്ഷേ അതിൻ്റെ എപ്പോഴും അതിൻ്റേതായിട്ടുള്ള മറ്റേ വശം കൂടിയുണ്ട്. 3ാം ഘട്ട പഠനവും കഴിഞ്ഞ് സേഫ്റ്റിയും എല്ലാം ഉറപ്പാക്കിയിട്ടാണോ? ചിലപ്പോൾ അല്ല, പ്രോസ് ആൻഡ് കോൺസ് രണ്ടും കൂടി വെയ് ചെയ്ത് നോക്കിയിട്ടാണ്. ഈ വാക്സിൻ ഉപയോഗിച്ചില്ലെങ്കിൽ മരണങ്ങൾ ഏറെ ഉണ്ടാവുന്നു എങ്കിൽ എല്ലാ പഠനങ്ങളും ചിലപ്പം പകുതി വെച്ചിട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റു മരുന്നുകളും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് കോവിഡ് വാക്സിൻ 2021 ആദ്യ ഘട്ടങ്ങൾ വന്ന് ഭാരത് ബയോടെക്കിൻ്റെ വാക്സിനല്ല, സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോവിഷീൽഡാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്തത്. പിന്നെ മറ്റൊരു ചോദ്യത്തിൻ്റെ അകത്ത് കോവിഡ് ഷീൽഡിൻ്റെ അല്ലെ കോവാക്സ് വാക്സിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ എല്ലാ റെക്കമെൻഡേഷൻസും ശരിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളുടെ ഇടയിൽ വാക്സിനേഷൻ വേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. കാരണം 4 or 5 കുട്ടികൾ 100,000 കുട്ടികൾക്ക് ബാധിക്കുമ്പോൾ മരണം നടക്കുന്ന ഒരു കാര്യത്തിൽ അവിടെ നമ്മൾ ഇത്രയേറെ കുട്ടികളിലേക്ക് വാക്സിൻ എത്തിച്ചുകൊണ്ടാണോ ഇത് തടയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ 2 വശവും ഈ കാര്യത്തിൻ്റെ അകത്തുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഇൻട്രസ്റ്റിനെ തള്ളിക്കളയുന്നില്ല, പക്ഷേ അത് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ കാണണം. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് സാറിനോടാണ്. നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ സുൽഫിയാണ്. സർ, അപ്പം ഇപ്പോൾ എല്ലാ ദിവസവും പേപ്പർ എടുത്ത് നോക്കിയാലും ഡോക്ടർ പേഷ്യൻ്റ് പ്രശ്നങ്ങൾ, ഒരു ഡോക്ടറുമായിട്ട് പേഷ്യൻ്റ് പ്രശ്നം, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഡോക്ടറുമായിട്ട് വോട്ടെവർ എല്ലാ ദിവസവും നമുക്കത് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ഈ കാലഘട്ടം പുരോഗമിക്കുന്നതോടുകൂടി തന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം സംഭവിക്കുന്നത്? 2, എനിക്ക് ചോദിക്കില്ല, അതിൽ എനിക്കൊരു തോന്നിയൊരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ പല ഡോക്ടേഴ്സിനും എമ്പതി എന്ന് പറയുന്നൊരു സംഭവം കുറഞ്ഞ് സ്വന്തം കാര്യം മാത്രം നോക്കി ഒരു ജോലി എന്നുള്ളൊരവസ്ഥയിലേക്ക് മാത്രം ഈ ഡോക്ടർ പ്രൊഫഷൻ മാറിപ്പോയിട്ടുണ്ടോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വല്ലാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് AI വന്നിട്ടുണ്ട്. കുട്ടികളായിട്ട് ഡയറക്റ്റായിട്ട് വേഗം നമുക്ക് ആൾക്കാരെ പിരിച്ചു വിടാൻ പറ്റുന്നുണ്ട്. ആ ഒരു ടച്ച് ഓഫ് ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എമ്പതി എന്ന് പറയുന്ന കാര്യം ഒരിക്കൽ പോലും ഒരു കരിക്കുലത്തിൽ ഒരു MBBS സ്റ്റുഡൻറ്റ് പഠിക്കുന്നില്ല. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ ഒരു ബ്രേക്കിംഗ് ബാഡ് ഒരാൾക്ക് പ്രശ്നമുണ്ടെന്ന് പറയാനോ അല്ലെങ്കിൽ ഹൗ ടു ഡീൽ ദ സിറ്റുവേഷനോ അറിയാത്തൊരവസ്ഥയിലേക്ക് പുതുതലമുറ എത്തിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ കൂടി തന്നെയാണോ അപ്പം പേഷ്യൻസ് മാത്രം എപ്പോഴും പ്രശ്നം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്? അല്ലെങ്കിൽ ഡോക്ടർമാർ മാത്രം പ്രശ്നം എന്ന് പറയുന്നതിലും ഇത് അംഗീകരിക്കില്ല. അപ്പോൾ സാറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു എമ്പതി ഡോക്ടർമാരിൽ ഉണ്ടാക്കാൻ വേണ്ടി IMAൻ്റെ ഭാഗത്ത് നിന്നൊക്കെ പുതിയ വല്ല കാര്യങ്ങളും വരുന്നുണ്ടോ? ആക്ച്വലി ഇന്നിപ്പോൾ ഹെൽത്തിൻ്റെ ടോപ്പിക്ക് വരുമ്പോൾ ഉത്തരത്തിലേക്ക് വരാം, പെട്ടെന്ന് വരാം. ഈ 50 പേരിൽ ഞാൻ കൗണ്ട് ചെയ്ത് ആൾമോസ്റ്റ് ഒരു 60 ആൾക്കാരുണ്ട്. അതിന് വലിയ കാര്യമാണ് കേട്ടോ. കോഴിക്കോട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഹെൽത്ത് ടോപ്പിക്ക് ഇങ്ങനെ ഒരു ലൈവ് ഓഡിയൻസ് അല്ലാതെ ഡിസ്കസ് ചെയ്താൽ വളരെ കുറച്ച് ആൾക്കാരെ കാണും. ദാറ്റ്സ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, സൗമ്യയുടെ ബുക്ക്, ഇറ്റ്സ് എൻ എക്സലൻറ്റ് ബുക്ക്. പ്രഗ്നൻ്റ് ആവുന്നവർക്ക് ആദ്യം കൊടുക്കേണ്ട ഗിഫ്റ്റിൻ്റെ ഒരു ബുക്കാണെന്ന് പറയും. അതിനകത്ത് എല്ലാം ഉണ്ട്, എവറിത്തിങ് വളരെ സിമ്പിളായിട്ട്.
നോളജ് അല്ല കാര്യം, അതെങ്ങനെ പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ സൗമ്യ വിജയിച്ചു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു വസ്തുത. ഈ ഡോക്ടർമാരും രോഗികളും തമ്മിലുള്ള ചോദ്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. നമ്മളെല്ലാം നിങ്ങളുടെ സമൂഹത്തിലെ പാർട്ടാണ്. അപ്പോൾ സമൂഹത്തിലെ എല്ലാത്തരം ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എല്ലാത്തരം മൂല്യച്യുതികൾ അല്ലെങ്കിൽ പ്ലസ് മൈനസ് എല്ലാം ഡോക്ടർമാരുടെ ഇടയിലും ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ആ ഒരു ആംഗിളിൽ വേണം ഡോക്ടറെ കാണുവാൻ. പിന്നെ ഈ അങ്ങനെ പറയുമ്പോഴും ആശുപത്രികളിലേക്ക് ആക്രമണങ്ങളോ അല്ലെങ്കിൽ ആശുപത്രികളിലേക്ക് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. നമുക്കൊരു ആക്രമണ ഉത്സുകത, ഇപ്പോൾ ചോദ്യം ചെയ്യാം, ഡോക്ടറിനെ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, അത് ചോദ്യം ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 50+ അവന്യൂസ് ഉണ്ട്, അതെല്ലാം ചെയ്യാം. പക്ഷേ ആ ഒരു വേദി മാറി നമുക്കൊരു ഒരു കൂട്ടായ്മയുടെ ഭാഗത്തിന് രണ്ടുപേരും ചേർന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നതിന് പകരം ഡോക്ടറിനെ ആക്രമിക്കുന്ന രീതി ഒരു കാരണവശാലും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അത് നമുക്ക് നമ്മുടെ തൊട്ട് മുമ്പത്തെ നമ്മുടെ സമൂഹത്തിൽ നടത്തുന്ന പല കാര്യങ്ങളും നമ്മൾ അതിലേക്കാണ് എത്തുന്നത്. ഞാൻ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് മുൻപുള്ള കാര്യമാണ് ഈ പറയുന്നത്. ആക്രമിക്കാൻ കഴിയില്ല, ഒരിടത്തും ആക്രമിക്കാൻ കഴിയില്ല, ഒരു മീഡിയയിൽ വന്ന് ആക്രമിക്കാൻ കഴിയില്ല, ഒരു ഓഫീസിൽ പോയി ആക്രമിക്കാൻ കഴിയില്ല. അപ്പോൾ ആശുപത്രിയിൽ ഡെഫിനറ്റ്ലി ആക്രമിക്കാം. ആശുപത്രി ഈസ് എ സേഫ് സോൺ. അവിടെ യുദ്ധത്തിൽ പോലും ആക്രമിക്കപ്പെടാൻ പാടില്ലാത്ത ആൾക്കാരുള്ള രോഗികളും ഡോക്ടർമാരും ഒക്കെ ഉള്ളൊരു സമൂഹമാണ്. അവിടെ ആക്രമിക്കാൻ പാടില്ല. ബട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ സമൂഹത്തിൽ രോഗിയും ഡോക്ടറും തമ്മിലുള്ള വിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതിനൊരു സംശയമില്ല. അത് നമ്മൾ പരസ്പരം ചേർന്ന് നിന്ന് മാറ്റേണ്ട നിരവധി പോയിൻറ്റ്സുകൾ അല്ലെങ്കിൽ അവന്യൂസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളുണ്ടെന്നുള്ളൊരു സംശയമില്ല. പരസ്പരം വിശ്വാസം എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി, കുറഞ്ഞിരിക്കുന്നു. അതിനിപ്പം AI വന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ചിന്താഗതികൾ കൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൊബൈലിലൂടെ നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഉത്തരവാദികളായിരിക്കുന്നത് വൈദ്യശാസ്ത്ര സമൂഹവും അതോടൊപ്പം പബ്ലിക്കും രാഷ്ട്രീയക്കാരും എല്ലാവരും ഈ ഒരു പരസ്പര വിശ്വാസമില്ലായ്മയിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളെന്തിനും നമ്മുടെ വിരൽത്തുമ്പിലിരിക്കുന്ന കാര്യങ്ങളെ വിശ്വസിച്ച് പോകുന്ന ഒരു രീതിയാണ്. ഇപ്പം പറയാം വാക്സിൻ മൂലമാണ് മരണം, അല്ലെങ്കിൽ വാക്സിൻ മൂലമാണ് കോവിഡ് വരുന്നത്, അല്ലെങ്കിൽ വാക്സിൻ മൂലമാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്നുള്ളൊരു ഹൈപ്പുകളെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ വാക്സിൻ കുത്തിവയ്ക്കാൻ നടക്കുന്ന ഒരാൾ ശത്രുവായി മാറും. അപ്പോൾ അല്ലെങ്കിൽ ഈ MRൻ്റെ സമയത്തൊക്കെ നമുക്കറിയാം, മീസിൽസിന് MR വാക്സിനേഷൻ്റെ സമയത്ത് ഒരു മതവിഭാഗത്തിനെ അവരെ അവരുടെ പ്രത്യുൽപാദന ശേഷി നശിപ്പിച്ച് കളയുവാനുള്ള ഒരു വാക്സിനാണെന്നുള്ള ഒരു പ്രചരണങ്ങളുണ്ടായി. അപ്പോൾ അത് വിശ്വസിച്ച് പോകുന്ന ആൾക്കാരിൽ അവരുടെ വികാരം വരും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു പ്രയോറിറ്റി വേണം. അതോടൊപ്പം തന്നെ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഡോക്ടർമാർക്കും വേണം. ഡെഫിനറ്റ്ലി രോഗിയുടെ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ ഒരു ക്രൗഡിൻ്റെ മനസ്സറിഞ്ഞ് പെരുമാറുവാൻ ഡോക്ടർമാർ തയ്യാറാണോ എന്നൊരു സംശയം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അക്കാര്യത്തിൽ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ എല്ലായിടത്തും നാഷണൽ വൈഡ് തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ട്രെയിൻ ചെയ്യാനുള്ള അത് ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ഫേംസിൻ്റെ ഈ ഡോക്ടറിനെ എങ്ങനെ മരണം പറയണം, മരിച്ചുപോയി എന്ന് എങ്ങനെ പറയണമെന്ന് നമുക്കറിയണം. ഡോക്ടർമാർക്ക് പലർക്കും മരണം ഡിക്ലെയർ ചെയ്യാൻ അറിഞ്ഞുകൂടാ എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ബ്രാഞ്ചുകളിലും, എല്ലാ കോളേജുകളിലും മറ്റ് തലങ്ങളിലുമൊക്കെ തന്നെ ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, എനിക്ക് പറയാനുള്ളത് നമ്മുടെ കരിക്കുലത്തിൽ, നമ്മൾ എഡ്യൂക്കേഷണൽ കരിക്കുലത്തിൽ പോലും ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ടച്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ആധികാരികമായിട്ടുണ്ടാവണം. നമ്മുടെ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിനകത്ത് വളരെ വീക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകണമെന്നുള്ളത് സംശയമില്ല. ആ കരിക്കുലത്തിൽ മാറ്റം ഉണ്ടാവുകയും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവുകയും വേണം. അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ പോലും അത് വായിക്കില്ല, കാരണം ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ പോകും. പിന്നെ ഈ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഈ AI പോലെയുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യനെ ഞാനിപ്പോൾ ഇന്നിവിടെ വന്ന് പലരെയും പരിചയപ്പെട്ടു. നമുക്കൊരാളിനോട് അവരോട് തോന്നുന്ന ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അവരോട് തോന്നുന്ന ഒരു അനുഭാവം അത് AIക്കൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. ആ AIക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു കമ്പ്യൂട്ടറിനും ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു മൊബൈലിനും ഉണ്ടാക്കാൻ കഴിയില്ല. അത് മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. അതിനെ ഈ AIയൊക്കെ ഓവർടേക്ക് ചെയ്ത് അവരെല്ലാം ചികിത്സിച്ച് കളയും എന്നുള്ള ഒരു പേടിയൊന്നും ഡോക്ടർമാർക്കും വേണ്ട, സമൂഹത്തിനും വേണ്ട. ഡോക്ടറും രോഗിയും ഇവിടെ നിലനിൽക്കും. അവർ തമ്മിലുള്ള ബന്ധം ഒരു സംശയമില്ലാതെ ഇനി എത്ര വലിയ ഡീപ്പ് ഫേക്കുമായി വന്നാൽ പോലും, AI വന്നാൽ പോലും ആ ബന്ധം തകരാൻ ഒരു കാരണവശാലും പോകുന്നില്ല എന്നുള്ള വാസ്തവമാണ്. പക്ഷേ എങ്കിലും ഡോക്ടർമാരുടെ സമൂഹത്തോട് പറയാനുള്ള ഒരു മറ്റൊരു കാര്യമുണ്ട്. ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആഫ്റ്റർ മേ ബി 5 years,
യുവർ പ്രാക്ടീസ് വിൽ എൻഡ്, നോ പേഷ്യൻസ് വിൽ കം ടു യു. Sir, അങ്ങനത്തെ ഒരു വശവും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു ജോലി മാത്രമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നോ, സേവനം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഡോക്ടർമാരിൽ നിന്ന് മാറിയിട്ട്? എക്സാക്ട്ലി. അതായത് സ്വന്തം കാര്യം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഹ്യൂമൻ ടച്ച് ഇല്ലാതെ പോകുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. സമൂഹത്തിലെ ഡോക്ടർമാർ, ഞാൻ പറഞ്ഞില്ലേ, ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു പരിച്ഛേദമാണ് ഞങ്ങളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഒരു ഹ്യൂമൻ ടച്ച് ഇല്ലാതെ പോകുന്നു. നമ്മളെപ്പോഴും മൊബൈലിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ അണുകുടുംബത്തിൻ്റെ അകത്തുള്ള ഒരു അണുകുടുംബത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു. അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ സ്വന്തം അടുത്ത ഫ്രണ്ടിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകുന്നു. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമുക്കൊരു കൂടുതൽ ഇപ്പം ഡോക്ടർമാരിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നത് ഡോക്ടർമാരുടെ ഇടയിലാണെന്ന് പല തരത്തിലുള്ള ഞാൻ പഠനങ്ങൾ. ആ ചോദ്യത്തിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനു മുന്നേ ഞാനൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ചേച്ചിയോട് എനിക്കൊരു ഡോക്ടർ സൗമ്യയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ സുൽഫി സാർ പറയുണ്ടായി നമ്മുടെ ഈ ഡെത്തിനെ കുറിച്ച് എങ്ങനെ ബ്രേക്കിംഗ് ബാഡ് എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ ഇടയിൽ ഒരു യൂഷ്വലി പറയാറുണ്ട്, ഒരാളൊരു നല്ല ഡോക്ടർ ആവുക എന്ന് പറയുന്നത് നമ്മൾ അത്രയും ആത്മാർത്ഥമായി ശ്രമിച്ച് ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രോഗി മരിക്കുമ്പോഴാണ്. ആ ഒരു ഇമോഷണൽ സ്ട്രഗിളിൽ കൂടെ ഒരു ഡോക്ടർ കടന്നു പോകുമ്പോൾ മാത്രമാണ് ശരിക്കും ഒരു ഡോക്ടർ ആവുന്നേ എന്ന് പറയുന്നത്. സോ ബീയിങ് എ നിയോനറ്റോളജിസ്റ്റ്, അതോ കുഞ്ഞി വാവകളെ നോക്കുമ്പോൾ ഹൗ ഡിഡ് യു ഫീൽ ലൈക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, ഒരു ഹാർട്ട് ടച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസിൽ നിന്ന് യു ലേൺ എ ലെസൺ, നമ്മുടെ രോഗി നമ്മളെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള അവസ്ഥ സത്യം പറഞ്ഞാൽ ദിവസേന കാണുന്നവരാണ് നമ്മൾ. കാരണം പ്രത്യേകിച്ച് എൻ്റെ അല്ലെങ്കിൽ ഞാനും പുരുഷോത്തമൻ സാറുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്ക് ഒരു കുഞ്ഞിനൊരു അസുഖം വന്ന് കാണുന്നത് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് ഞങ്ങൾ ദിവസേന എന്ന് പറയുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കുഞ്ഞുങ്ങളുടെ മരണങ്ങളും. അപ്പോൾ പ്രത്യേകിച്ചിട്ട് സ്വന്തമായിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കത് എങ്ങനെയും ഒരിക്കലും മെക്കാനിക്കലായിട്ട് നമുക്കതിനെ ഡീൽ ചെയ്യാൻ സാധിക്കില്ല. നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, നമ്മുടെ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ മരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, ഏതൊരു ഡോക്ടറുടെ ജീവിതത്തിൻ്റെയും ഭാഗമാണ്. പ്രത്യേകിച്ചിട്ട് കുട്ടികളുടെ ഡോക്ടർ ആകുമ്പോൾ കുട്ടികളുടെ മരണങ്ങൾ, കുട്ടികളുടെ ICU, കുട്ടികൾ വെന്റിലേറ്ററിൽ കിടക്കുന്നു, അങ്ങനെയുള്ള ഒട്ടും സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല ഞങ്ങൾക്ക് കാണാനും കേൾക്കാനും. അതിനേക്കാൾ ഉപരി ഇതൊക്കെ പാരൻസിനോട് സംസാരിക്കണം, ഈ അസുഖത്തിൻ്റെ കാര്യങ്ങൾ അവരോട് പറയണം, ചിലപ്പോൾ മരണത്തിനെ പറ്റി പറയണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഒരു അച്ഛനോടും അമ്മയോടും ഒരു കുഞ്ഞിൻ്റെ മരണത്തിനെ പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ ആ ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് ഒക്കെ എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അശ്വതിയുടെ ചോദ്യത്തിലേക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്നോട് ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠം, എന്നെ ചില പാഠങ്ങൾ പഠിപ്പിച്ച രോഗികളുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഡോക്ടർമാരുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അവരെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു പീഡിയാട്രീഷ്യൻ, ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെക്കുക, നിങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് ആണെന്ന് വെക്കുക. നിങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞിന് ഒരു അസുഖം വന്നു, എന്തെങ്കിലും ഒരു അസുഖം വന്നു, നമ്മൾ എന്താ ആദ്യം ചെയ്യുക? അടുത്തുള്ള പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യും? പലപ്പോഴും അറിയുന്ന പീഡിയാട്രീഷ്യൻ, ഇപ്പോൾ അത് പീഡിയാട്രീഷ്യൻ ആവണമെന്നില്ല, അറിയുന്ന ഒരു ഡോക്ടറോട് നിങ്ങൾ ഓവർ ദ ഫോൺ കൺസൾട്ടേഷൻ ചെയ്യാറില്ലേ? അറിയുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഈ ഡോക്ടർ നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ട് നമുക്ക് പറ്റുമെങ്കിൽ മരുന്ന് കൂടി അങ്ങോട്ട് പറഞ്ഞു തന്നാൽ കുറച്ച് ഈസിയായി അല്ലേ? അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുന്നൊക്കെ ഒന്ന് ഒഴിവാക്കാം. മരുന്ന് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫാർമസികളിൽ പോയാൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് വരെ നമുക്ക് ഓവർ ദ കൗണ്ടർ കിട്ടും. അപ്പോൾ അതിന് വലിയ നിയമങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല, ഉണ്ടെങ്കിലും അത് പ്രായോഗികത്തിൽ വന്നിട്ടുമില്ല. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പീഡിയാട്രീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കും, ഈ കുട്ടികളുടെ അസുഖങ്ങൾ പറഞ്ഞിട്ട് എന്താണ് മരുന്ന് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ഞാൻ എമർജൻസിക്ക് കൊടുക്കേണ്ട മരുന്നുകൾ, ഇപ്പോൾ ഒരു പനിയാണെങ്കിൽ പാരസെറ്റമോളിൻ്റെ ഡോസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരാളെയും എൻ്റർടൈൻ ചെയ്യാറില്ല. ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഏറ്റവും ഞാൻ കുട്ടിയെ കാണുന്നില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കാതെ പറയാൻ പറ്റില്ല, നിങ്ങൾ അടുത്തുള്ള പീഡിയാട്രീഷ്യനെ കൊണ്ടുപോയി കാണിക്കൂ എന്നാണ് പറയാറുള്ളത്. പലപ്പോഴും ചിലപ്പോഴൊക്കെ അറിയാലോ, അതൊരു നീരസത്തിന് ഇടയാക്കും. വളരെ അടുത്ത ബന്ധുവായിരിക്കും, അപ്പോൾ വിചാരിക്കും ഇതൊരു ചെറിയൊരു കാര്യമല്ലേ, ഡോക്ടർക്ക് ഇതിപ്പോൾ ഫോണിൽ കൂടെ പറഞ്ഞാൽ, അല്ലെങ്കിൽ സൗമ്യക്ക് ഇത് ഫോണിൽ കൂടെ പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറയും. ചിലവർ ആ നീരസം നമ്മളോട് തുറന്ന് കാണിക്കുകയും ചെയ്യും. ചില ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി കൺസൾട്ടേഷൻ ഫീസ് ഇല്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഞാൻ GPay ചെയ്തു തരാം, ഗൂഗിൾ പേ ചെയ്തു തരാം എന്ന് എന്നോട് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഞാനിത് എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠാണ്. അത് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ. കാരണം നാളെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നീരസം ഡോക്ടർമാരോട് തോന്നണ്ട. ഇത് നിങ്ങളുടെ നന്മ നോക്കിയിട്ടാണ്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാണോ പേഷ്യൻ്റ് അവരുടെയും കൂടി നന്മ ആലോചിച്ചിട്ടാണ് ഞാനത് പറയാറുള്ളത്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠാണ്. ഒരു
ഒരു രോഗി എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ്. ഞാൻ എൻ്റെ മോളുണ്ടായതിന് ശേഷം, എൻ്റെ മോൾക്ക് 10 മാസമുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ 2ാമത്തെ PG ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ PG ചെയ്യുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, കുട്ടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പീഡിയാട്രിക്സ് ആണെങ്കിൽ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, തിരക്ക് നിങ്ങൾക്ക് ഊഹിക്കാം. ഭയങ്കര മെക്കാനിക്കലായിട്ടാണ് നമ്മൾ പലപ്പോഴും അച്ഛനമ്മമാരോടൊക്കെ പെരുമാറുക. ഒന്നാമത്തെ കാര്യം, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഫീലിംഗ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാനേ സാധിക്കും, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല തിരക്കും. 2ാമത്തെ PG ചെയ്യുമ്പോഴേക്കും എനിക്കൊരു മോളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അച്ഛനമ്മമാരുടെ വിഷമങ്ങൾ എന്താണെന്നുള്ളത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മൾ പലപ്പോഴും കാണുന്ന ഈ സെറിബ്രൽ പാൽസിയുള്ള കുട്ടികളുടെ അച്ഛനമ്മമാരെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ, അതായത് പല ഡിസബിലിറ്റിയോടുകൂടി വരുന്ന കുട്ടികളുടെ, അവർ സ്ഥിരമായിട്ട് സാധാരണ കുട്ടികളെ പോലെ ഇടയ്ക്ക് അവർക്ക് ആശുപത്രിയിൽ വരേണ്ടതായിട്ട് വരും. കാര്യം ഈ കുട്ടികൾക്ക് ഭയങ്കര ട്രിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ഒന്ന് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോയി 2 ആഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും വരേണ്ട ഒരു അവസ്ഥ വരും. അപ്പം ഇങ്ങനെയുള്ള അച്ഛനമ്മമാരുമായിട്ട് നമ്മൾ ഒരു സുഹൃത്ത് ബന്ധത്തിലാവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അങ്ങനെ ഞാൻ സുഹൃത്ത് ബന്ധത്തിലായ ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. മലയാളികളായിരുന്നു. അവർ IT പ്രൊഫഷണൽസ് ആയിരുന്നു, ബാംഗ്ലൂർ. അപ്പോൾ കുറച്ച് സുഹൃത്ത് ബന്ധമൊക്കെ പോയപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൊബൈൽ നമ്പർ കൊടുക്കുമല്ലോ. എൻ്റെ മൊബൈൽ നമ്പർ അവരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവരെന്നെ ഒരു രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് അവനൊരു 3-4 വയസ്സുണ്ട്, അപ്പോൾ എടുത്തുകൊണ്ട് വരണം, നടക്കാൻ സാധിക്കില്ല, ഒരു അത്രയും ബെഡ്ഡൺ ആയിട്ടുള്ള ഒരു സെറിബ്രൽ പാൽസിയുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറഞ്ഞു, കുഞ്ഞിന് ചെറുതായിട്ടൊരു ജലദോഷപ്പനി ഉണ്ട്, അപ്പോൾ കൊണ്ടുവരാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകൊണ്ടാണ്, ഡോക്ടർക്ക് എന്തെങ്കിലും മരുന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് സിംറ്റംസ്. അപ്പോൾ ചെറിയ ജലദോഷം, ഇടയ്ക്കൊരു ചുമ, സാധാരണ നമ്മുടെ വൈറൽ ഫീവർ പോലെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട മരുന്നുകളൊക്കെ, ജലദോഷത്തിനുള്ള മരുന്ന്, പനിക്കുള്ള മരുന്ന്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള മരുന്നുകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറയുകയും ചെയ്ത് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാനത് വിട്ടു, നമ്മൾ മറന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് നൈറ്റ് എനിക്ക് കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിയാണ്. ഈ കുഞ്ഞിനെയും കൊണ്ട് അച്ഛനും അമ്മയും റഷ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് വന്നു, അതായത് എമർജൻസിയുടെ ഉള്ളിലേക്ക് വന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഈ കുട്ടി ഗ്യാസ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കറിയാം കുട്ടി അത്രത്തോളം ഒരു റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അത്രയും ഒരു ഫൈനൽ അവസ്ഥയിലാണ് ആ കുഞ്ഞ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ കുട്ടീനെ ഇൻറ്റുബേറ്റ് ചെയ്ത് വെൻറ്റിലേറ്ററിലാക്കി ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ പോയി ഇനി നമ്മൾ സാധാരണ എമർജൻസിയിൽ അറിയാലോ, ആദ്യം പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് സെക്യൂർ ചെയ്തതിന് ശേഷമാണ് ബാക്കി നമുക്ക് ഹിസ്റ്ററി ചോദിക്കാനുള്ള സമയമുള്ളൂ. കുഞ്ഞിനെ വെൻറ്റിലേറ്ററിലാക്കി കുഞ്ഞിൻ്റെ ജീവൻ ഓക്കെ ആയി എന്ന് മനസ്സിലായപ്പോൾ പിന്നെ അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ചിട്ട്, എൻ്റെ ഒരു മാം ഉണ്ടായിരുന്നു, ലക്ഷ്മി മാം, എനിക്ക് വളരെയധികം എൻ്റെ തീസിസിൻ്റെ ഗൈഡായിരുന്നു. ഞാൻ ഇപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ മാഡാണ് അന്ന് പീഡിയാട്രിക് ICUവിൻ്റെ ഇൻചാർജ്. അപ്പോൾ മാഡാണ് അന്ന് ഡ്യൂട്ടിയിലുള്ളതും. ഞാൻ അവരുടെ താഴെ ജോലി ചെയ്യുന്ന PG ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട്, ഇതേ അച്ഛനമ്മമാരാണ് കേട്ടോ എന്നോട് ഈ ഓവർ ദ ഫോൺ ചോദിച്ച അച്ഛനും അമ്മയാണ്. അപ്പോൾ അവരോട് ഹിസ്റ്ററി ചോദിച്ചു, എന്താ പറ്റിയത്, എന്ന് മുതലാണ് ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത് എന്നൊക്കെയുള്ള. ഞാനും അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, മാഡം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്മ ആകെ തകർന്ന അവസ്ഥയിലാണ്. അമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അച്ഛൻ അമ്മേനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വളരെ മെൻ്റലി ആകെ ബ്രേക്ക് ഡൗൺ ആയ അവസ്ഥയിലാണ് കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ ആ അമ്മ ഇതൊക്കെ പറയണതിൻ്റെ മുമ്പേ പറഞ്ഞൊരു വാചകം, ലക്ഷ്മി മാം മലയാളി അല്ലെങ്കിലും മലയാളം മനസ്സിലാവും. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ 2 ദിവസം മുമ്പ് വരെ സൗമ്യ ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചതാണ്, കുട്ടിയുടെ അവസ്ഥ പറഞ്ഞതാണ്. സൗമ്യ ഡോക്ടർ എന്നോട് ഈ മരുന്നുകളൊക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തത് ജലദോഷത്തിനും പനിക്കുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ, അത്ര വലിയ മരുന്നുകളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൊടുക്കാൻ അങ്ങനെ ശീലമില്ല. പക്ഷേ ആ അമ്മ ആ സങ്കടത്തിലും വിഷമത്തിലും ചിലപ്പോൾ പല എത്രയോ വികാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ചിലപ്പോൾ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ ആ സന്ദർഭത്തിൽ പറഞ്ഞൊരു വാചകം ഞാൻ ഇന്നും മറക്കില്ല. 2 ദിവസം മുമ്പ് വരെ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇതൊക്കെ കൊടുത്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ആ കുട്ടി രക്ഷപ്പെട്ടു. കുട്ടി രക്ഷപ്പെട്ടു. പക്ഷേ ആ കുട്ടി രക്ഷപ്പെടണം എന്ന് ചിലപ്പോൾ ആ അച്ഛനെക്കാട്ടും അമ്മയെക്കാട്ടും ഞാൻ അന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഈ ഒരു വാചകം കേട്ടോടുകൂടി ഞാനും ആകെ സ്റ്റണ്ടായി. ലക്ഷ്മി മാം എന്നെ ഒന്ന് ജസ്റ്റ് നോക്ക് മാത്രം ചെയ്തു, ഒന്നും പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ മാമിന് കാര്യം മനസ്സിലായി. 2 ദിവസം കഴിഞ്ഞ് കുട്ടി വെൻറ്റിലേറ്ററിൽ നിന്ന് ഞങ്ങൾ വീൻ ഓഫ് ചെയ്ത് പുറത്തേക്ക് എടുത്തു. അപ്പോൾ മാം എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു. സാധാരണ രീതിയിൽ നമ്മുടെ മാഡംസും സാറസും ഒക്കെ ആണെങ്കിൽ അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച പുറത്താക്കിയിട്ടുണ്ടായിരിക്കും സാധാരണ രീതിയിൽ. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് മാമിനെ എത്രത്തോളം സ്നേഹത്തോടു കൂടി ആലോചിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഞാൻ അവരോടുള്ള ഒരു സ്നേഹം കൊണ്ട്, കാരണം അവർക്ക് കുട്ടീനെ എടുത്തുകൊണ്ട് വരാനും അറിയാലോ ആ കുട്ടി ബെഡ് റിഡനാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മരുന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എൻ്റെ അടുത്ത് മാഡം പറഞ്ഞു, ആ കുട്ടിയുടെ അന്നത്തെ അവസ്ഥ ചിലപ്പോൾ അന്ന് നമ്മൾ ആ കുഞ്ഞിനെ കണ്ടിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ചെറുതായിട്ട്, അതായത് ഇൻഫെക്ഷൻ, ആ കുട്ടിയുടെ അവസ്ഥ ന്യൂമോണിയ, കംപ്ലീറ്റ്ലി ബോത്ത് ലങ്സിൽ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത ന്യൂമോണിയ ആയിരുന്നു. അപ്പോൾ അത്രയും ഒരു മോശം അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മാം പറഞ്ഞത് 2 ദിവസം മുന്നേ സൗമ്യ നേരിട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ
ഈ കുഞ്ഞ് വെന്റിലേറ്ററിലൊന്നും ആവുമായിരുന്നില്ല. നമുക്ക് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് അഡ്മിറ്റ് ചെയ്ത് നമുക്ക് ആ കുഞ്ഞിനെ ഈസി ആയിട്ട് റിക്കവർ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനത് പറഞ്ഞു കൊടുത്തത് നല്ലത് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ മാഡത്തിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മാഡം ഞാൻ വിചാരിച്ചത് ചെറിയൊരു URTI, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതേപോലെ തന്നെയാണ് ഇങ്ങനെ പേഷ്യൻസിൻ്റെ അടുത്തിൽ നിന്ന് ഈ നമ്മൾ എടുക്കുന്നത്. അതെ, പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ ഒരിക്കലും അമ്മയെ കുറ്റം പറയില്ല. കാരണം അവർ പിന്നെ എന്നോട് വന്ന് അപ്പോളജൈസ് ചെയ്തു. മാഡം അപ്പത്തെ ഒരു വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്, അപ്പോൾ മാഡത്തിനെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. പക്ഷേ എനിക്കൊരു അമ്മ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ അമ്മേനെ പൂർണ്ണമായി മനസ്സിലാവും. അത് അവരുടെ കുറ്റമായിരുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് അത് എൻ്റെ കുറ്റം തന്നെയായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ മാഡം പറഞ്ഞു തന്നു, ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഏതൊരു പേഷ്യൻറ്റിനെയും നിങ്ങൾക്ക് എമർജൻസി ആയിട്ടുള്ള ഇപ്പോൾ ഒരു പനിയായിട്ട് പാരസെറ്റമോൾ പറഞ്ഞു കൊടുക്കാം, അത് പറഞ്ഞു കൊടുക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ എപ്പോഴും പറയുക, തൊട്ടടുത്തുള്ള ഡോക്ടറെ പോയി കാണിക്കുക. നേരിട്ട് ഒരു കുഞ്ഞിനെ കാണാണ്ട് ആ കുഞ്ഞിൻ്റെ അപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ അസസ് ചെയ്യാതെ ഓവർ ദ ഫോൺ ട്രീറ്റ് ചെയ്യരുത്. വാട്സപ്പ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചെയ്യരുത്. ഞാൻ ആ പാഠം ഇന്നും ഞാൻ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും, ഇനി ആർക്ക് നീരസം തോന്നിയാലും കുഴപ്പമില്ല. ഞാൻ കരുതുന്നത് ആ കുട്ടിക്ക് ഞാൻ കാരണം ഈ കുട്ടിക്ക് പറ്റിയ പോലെ ഒരു അബദ്ധം പറ്റരുത്. അപ്പോൾ നിങ്ങളും ഇനി ഡോക്ടർമാരോട് അങ്ങനത്തെ കാര്യത്തിന് നീരസം വിചാരിക്കരുത്. അതെ, GP അല്ല പ്രശ്നം. അതെ, GP അല്ല പ്രശ്നം. അതെ, ഞാൻ പുരുഷോത്തമൻ സാറിനോട് ചോദിക്കട്ടെ. സാറ് നേരത്തെ പറയണേ നമ്മുടെ ഷെഡ്യൂളിൽ ചില വാക്സിനുകൾ ഉൾപ്പെടുത്തി, ഫോർ എക്സാമ്പിൾ DPT, TD, MMR ഒക്കെ, BCG, പോളിയോ ഒക്കെ ഉണ്ട്. പക്ഷേ ചില സമയങ്ങൾ, ചില ഘട്ടങ്ങളിൽ ഈ പറഞ്ഞ കോവിഡ് വന്ന പോലെ, ഇപ്പം നമ്മുടെ മലപ്പുറത്തെ ഹെപ്പറ്റൈറ്റിസ് A വന്ന് ഒരുപാട് പേര് മരിച്ചു. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആ വാക്സിനേഷനും കൂടി ഗവൺമെൻറ്റൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് തരേണ്ടതല്ലേ? അത് തീർച്ചയായിട്ടും. എനിക്കിപ്പോൾ അശ്വതി ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, മുമ്പെങ്ങുമില്ലാത്ത വിധം നമ്മുടെ കേരളത്തിൽ മുഴുവൻ പകരുന്ന മഞ്ഞപ്പിത്തം, വെള്ളത്തിലൂടെ ഭക്ഷണത്തിലൂടെ മഞ്ഞപ്പിത്തം പകരുകയാണ്. പണ്ടൊന്നും അത്രയൊന്നും മരണങ്ങളൊന്നും ഉണ്ടാവാറില്ല. കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം വരും, കുറച്ച് ദിവസം ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറും. പക്ഷേ ഈ കഴിഞ്ഞ ഈ വർഷത്തിൽ ഏതാണ്ട് 95-100 ആളുകൾ നമ്മൾക്ക് ഈ മഞ്ഞപ്പിത്തം കൊണ്ട് മരിച്ചു. 300ഓളം 12,000 മേലെ കേസുകളുണ്ടായി കേരളത്തിലും മലപ്പുറത്തിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഓരോ രോഗങ്ങളും കാലാനുസൃതമായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഗൗരവത്തിലോ മരണമുണ്ടാക്കുന്ന രീതിയിലൊക്കെ വരുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ പ്രതിരോധ വാക്സിൻ ഉണ്ടെങ്കിൽ അത് സർക്കാരിന് ചിലപ്പം വില കൂടുതലുകൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റിയില്ലായിരിക്കാം, പക്ഷേ അത് ഉപയോഗിക്കേണ്ടി വരും. അത് ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ശാസ്ത്രത്തിൻ്റെ പുതിയ കാര്യങ്ങൾ, കണ്ടെത്തലുകൾ ഏതെങ്കിലും ഒരു കാശിൻ്റെയോ വില കൂടുതലാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയല്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിനുകൾക്ക് പ്രസക്തിയുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും സ്റ്റേറ്റിൽ മുഴുവനായിട്ടും. എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഏതെങ്കിലും അവസരം കിട്ടുമ്പോഴൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്ന കാര്യമായതുകൊണ്ടാണ്. നമുക്ക് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ശൈലിയാണ്, ഏതെങ്കിലും ഒരു റിസപ്ഷൻ, കല്യാണം എന്നൊക്കെ വരുമ്പോൾ ആദ്യം വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട്, അത് മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു വെൽക്കം ഡ്രിങ്ക്. ആരും ചൂടുവെള്ളം ചായയോ ഒന്നുമല്ല കൊടുക്കുന്നത്. ഒരു 4 തരത്തിലുള്ള വെൽക്കം ഡ്രിങ്ക് നമ്മൾ ഓരോരുത്തരുടെയും പോരിശ അനുസരിച്ച് കാണിക്കുക. പൈനാപ്പിളിൻ്റെ ഉണ്ട്, മറ്റേൻ്റെ ഉണ്ട് ഒക്കെ. അപ്പോൾ 2000 പേരുള്ള ഒരു സദ്യ വട്ടത്തിൽ എത്രയോ വെൽക്കം ഡ്രിങ്കുകൾ ഉണ്ടാക്കുന്നു. ആരാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് കഴുകി പിടിച്ചിട്ട് ചെയ്യുന്നത്? എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്? എങ്ങനെയാണ് ഐസ് കൊണ്ടുവരുന്നത്? നമ്മളാരും മലയാളികൾ ചോദിക്കാറില്ല. നമ്മൾ ചെല്ലുന്നു, കാണുന്നു, 1 2 3 4 വെള്ളം കുടിക്കുന്നു. ഈ വരുന്ന, ഞാനിപ്പോൾ ഓരോ ദിവസവും 4 5 കേസുകൾ ഹെപ്പറ്റൈറ്റിസ് എ വന്നിട്ട് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നു. ചില ആൾക്കാർ ഗൗരവമായിട്ട് വരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് വെൽക്കം ഡ്രിങ്ക് നിരോധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വെൽക്കം ഡ്രിങ്ക് നമ്മൾക്ക് ഫാഷനായിട്ട് കൊണ്ടു നടക്കേണ്ടതല്ല. ആരെങ്കിലുമൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ കുടിക്കാതിരിക്കുക. അപ്പം ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞൊരു വാക്സിൻ സിംഗിൾ ഡോസ് ആയിട്ടുള്ളത് ഇപ്പോൾ ഉണ്ട്. ഏതാണ്ട് 2000 ഉറുപ്പിയോളം വരും. അപ്പോൾ അത്തരത്തിലുള്ള ചില വാക്സിനുകൾ, പ്രത്യേകിച്ചും വേരിസെല്ല, ചിക്കൻ ബോക്സിൻ്റെ വാക്സിനുകളും നമുക്ക് നാഷണൽ ഷെഡ്യൂളിൽ ഒരു വാക്സിൻ പെടുത്താൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ വാക്സിനേഷൻ്റെ ആവശ്യം എത്രയാണ്? കോടികളാണ്. ഒരു ഡോസിന് 2000 രൂപ വിലയുള്ളൊരു വാക്സിൻ നമ്മൾക്ക് പോക്കറ്റിൽ ഒതുങ്ങില്ല. ഒരിക്കലും നമ്മളെ പ്രതിരോധ പട്ടികയിൽ ഉൾപ്പെടുത്താനാവില്ല. അതേസമയം വാങ്ങിക്കാൻ
ആവശ്യമുള്ളവർക്ക്, കഴിവുള്ളവർക്ക്, പ്രസക്തിയുള്ള ഇടങ്ങളിൽ അത് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് വാക്സിനുകൾ തിളപ്പിച്ചാറ്റി കുടിക്കുകയും ചെയ്യാം. അതായത് വെള്ളം തിളപ്പിച്ച് ചൂടുള്ള ആഹാരങ്ങൾ തന്നെ കഴിക്കുക. കാരണം വായിലൂടെ ഭക്ഷണത്തിലൂടെയും അങ്ങോട്ട് പകരുന്ന ഒരു വസ്തു ആണെങ്കിൽ ഈ വെള്ളം തിളപ്പിച്ച്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ കണ്ടത്, ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും ഒന്നൊന്നായിട്ട് 4 മാസം കൊണ്ടാണ് അവിടുത്തെ സൈക്കിൾ തീരുന്നത്. അതെന്താണ് പ്രശ്നം? ഈ പകരുന്ന അത് എങ്ങനെയാണെന്ന് അവരാരും മനസ്സിലാക്കുന്നില്ല. ഈ കുട്ടിയെ പരിചരിക്കുന്ന അമ്മ ഒരു ഏതാനും ദിവസങ്ങളിൽ കിടപ്പിലാവും. കുട്ടിയുടെ ഒപ്പം ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്ന അനിയൻ കുട്ടി ഉണ്ടാവും. ആ ഫ്രൂട്ട്സ് മുറിച്ച് രണ്ടാളും ഷെയർ ചെയ്ത് കഴിക്കുന്നു. വളരെ ചെറിയ അടിസ്ഥാന കാര്യമേ ഉള്ളൂ. ഈ പകർച്ച രീതി എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, പകരാതിരിക്കേണ്ടത്, അത്തരമുള്ള ഒരു കൊച്ചു കാര്യങ്ങൾ കേരളത്തിലെ ജനത മുഴുവൻ മനസ്സിലാക്കണം. സാധാരണ പകർച്ചവ്യാധികൾ പകരുന്ന എങ്ങനെ നമ്മൾ വിചാരിച്ചാൽ അതെങ്ങനെ നിർത്താൻ പറ്റും? അതിൽ ഒന്ന് മാത്രമാണ് വാക്സിനുകൾ. ഓക്കെ, താങ്ക് യു സർ. ഞാനൊന്ന് ഫാസ്റ്റ് ആക്കാണ്. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ഇടയിൽ പണ്ട് ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അട്രാക്റ്റീവ് പ്രൊഫഷനായിട്ട് തോന്നിയിരുന്നു. ഇപ്പോൾ പലരും പറയുന്നത് അയ്യോ എനിക്ക് ഡോക്ടർ ആവേണ്ട, എൻ്റെ മക്കളെ ഡോക്ടർ ആക്കണ്ട എന്ന് പറയുന്നുണ്ട്. അതിലുള്ള 1-2 കാര്യങ്ങൾ, ആർക്ക് വേണമെങ്കിലും പൈസ കൊടുത്ത് വാങ്ങാവുന്ന ഒരു ഡിഗ്രി എന്നുള്ള രീതിയിലേക്ക് ഡോക്ടർ പ്രൊഫഷൻ എത്തിയിട്ടുണ്ട്. 2, അത് കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്കും 24,000 രൂപയ്ക്കും 50,000 രൂപയ്ക്കും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ മതി എന്ന് പറയുന്ന പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ എനിക്ക് താമസിക്കാൻ ഇടവും ഭക്ഷണം തന്നാൽ ഞാൻ മറ്റൊരെങ്ങാട്ടും പൈസ കുറച്ച് വാങ്ങിക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്ന ഡോക്ടർ 10 രൂപ കുറവാണെങ്കിൽ അവനാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഡോക്ടർമാരുടെ മാറ്റം, ഡോക്ടർമാരുടെ പ്രൊഫഷനെ കുറിച്ചുള്ള ആ മൂല്യം കുറയ്ക്കുകയല്ലേ? അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? യെസ്, അതിലേക്ക് വരുമ്പോൾ നമ്മുടെ പുരുഷോത്തമൻ സാർ പറഞ്ഞതിൻ്റെ ഒരു പോയിൻ്റ്, ഈ എന്താ പറയുക, നമ്മൾ വെൽക്കം ഡ്രിങ്കുകൾ മാത്രമല്ല, ഈ വൈകിട്ട് ആഘോഷമാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകൾ, പലപ്പോഴും ഐസ് ക്യൂബുകൾ വളരെ വളരെ ഡേഞ്ചറസ് ആണ്, ഹെപ്പറ്റൈറ്റിസ് എയിലേക്ക് എത്തിക്കുന്നതിനാണെന്ന് വളരെ വ്യക്തമായ പഠനങ്ങളുണ്ട്. അതും കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ, ഈ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു ഖ്യാതി, ഇപ്പം ഒരുപക്ഷെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻ ഒരുപക്ഷെ ഡോക്ടർമാരുടെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴും സത്യം പറഞ്ഞാൽ കേരളത്തിലൊരു സ്ഥിതിവിശേഷം ഡോക്ടർമാരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത രീതിയിലാണ്. അത്രത്തോളം ഡോക്ടർമാരാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ളത്. എനിക്ക് ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ, അത് മോശമാണെന്നല്ല പറയുന്നത്, ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന 4-5 ഡോക്ടർമാരുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എൻ്റെ ലൈനിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ 85 MBBS ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ലൈനിലല്ല, ഞാൻ ശ്രീകാര്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ശ്രീകാര്യത്തെ എൻ്റെ സ്ഥലത്ത് 2 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ ലൈനിൽ, ഞാൻ താമസിക്കുന്ന ലൈനിൽ, അതേ ലൈനിലാണ് ഞാനിപ്പോഴും താമസിക്കുന്നത്, ആ ലൈനിൽ ഇപ്പോൾ ഒരു 10-12 ഡോക്ടർമാരുണ്ട്. ഇവിടുത്തെ ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോ നമുക്ക് ലോകാരോഗ്യ സംഘടന പറയുന്നത് 1000-1 വേണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നമുക്ക് 200-1 എന്ന് എത്തുന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് ആധുനിക വൈദ്യശാസ്ത്ര ഡോക്ടർമാരെ മാത്രം വെച്ച് പറയുന്നതാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യം, ഇത് പഴയതുപോലെ, ഇതൊരു ഡിവൈൻ പ്രൊഫഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, പലരെയും സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും എന്താ പറയുക, ഒരു ആദരവ് കിട്ടുന്ന, ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പ്രൊഫഷൻ ഇത് തന്നെയാണ്. ഒരു സംശയമില്ല. നമുക്കൊരു നന്മ ചെയ്യാൻ കഴിയുന്ന, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു ജോലിയും ഇല്ല തന്നെ, ഒരു സംശയമില്ല. ആൻഡ് വി ആർ ഓൾ പ്രൗഡ് ആൻഡ് ഐ തിങ്ക് എവരി വൺ വിൽ എഗ്രി. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ, അങ്ങനെ ജോലി കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അത്രയും സാമ്പത്തികമായോ സാമൂഹികമായോ ഉന്നമനത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ജോലി അല്ല ഇത്. ജോലി കിട്ടാൻ പാടാണ്. ഞാനൊരു ENT സർജനാണ്. എൻ്റെ ENT സർജനായിട്ട് എൻ്റെ വാട്സപ്പിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന MS ഗ്രാജുവേഷൻ കഴിഞ്ഞ നിരവധി ഡോക്ടർമാരുടെ ബയോഡേറ്റ എൻ്റെ കയ്യിലുണ്ട്. ഒരു ജോലി, എവിടെയെങ്കിലും ഒരു ജോലി, അത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെന്ന് ആലോചിക്കണം. അത് മാതാപിതാക്കൾ ആലോചിക്കണം. ഡോക്ടർമാരെ എങ്ങനെയെങ്കിലും ആക്കിയെടുക്കാം എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ തെറ്റാണ്. മറ്റൊരുപാട് അവന്യൂസ് നമ്മുടെ ഫ്രണ്ടിൽ ധാരാളമുണ്ട്. ഇതിനെക്കാട്ടിയോ കൂടുതൽ സാമ്പത്തികമായി മറ്റ് കാര്യങ്ങൾ കിട്ടുന്ന മറ്റ് ധാരാളം പ്രൊഫഷനുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം കൂടെയുണ്ട്, ഈ രംഗത്തേക്ക് കടന്നു വരേണ്ടത്, ഒരുപക്ഷെ എൻ്റെയും അതിന് മുമ്പുള്ള ജനറേഷനുമൊക്കെ ഉള്ള സമയത്ത് പറയേണ്ടത്, ക്രീം ഓഫ് ദ ക്രീം ആണ് ഈ പ്രൊഫഷനിലേക്ക് കടന്നു വരേണ്ടത്. കാര്യം ഈ 60ാമത്തെ വയസ്സിലും പഠിച്ചുകൊണ്ടിരിക്കേണ്ട, നോളജ് പുതുക്കേണ്ട ഒരു മേഖലയാണിത്. അതുകൊണ്ട് ക്രീം ഓഫ് ദ സൊസൈറ്റി തന്നെയാണ് ഈ പ്രൊഫഷനിലേക്ക് കടന്നു വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 5 മെഡിക്കൽ കോളേജ്, ഇപ്പോൾ ഏതാണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് 34 മെഡിക്കൽ കോളേജിൽ പോയി, 34 മെഡിക്കൽ കോളേജസ്. അതുകൂടാതെയാണ് 4 മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്. അതുകൊണ്ട് ഈ പ്രൊഫഷൻ്റെ
മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ട്, ക്വാളിറ്റി ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കുറഞ്ഞിട്ടുണ്ട്. അത് മാറ്റിക്കൊണ്ട് കൂടുതൽ മെഡിക്കൽ കോളേജുകളല്ല, കൂടുതൽ ഡോക്ടർമാരല്ല, കൂടുതൽ ആരോഗ്യ സ്ഥാപനങ്ങളാണ് നമ്മുടെ ഇടയിൽ വരേണ്ടത്. അതുപോലെ ഡോക്ടർമാർക്ക് ഒരു വേജ് ഫിക്സേഷൻ ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഡോക്ടർമാർക്ക് ഒരു മിനിമം വേജ് ഫിക്സേഷൻ. അബ്സല്യൂട്ട്ലി, ഒരു സംശയമില്ല. നിങ്ങൾക്ക് എവിടെയാണ് ഇവിടുത്തെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ക്യാമറാമാൻ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അവർക്കൊരു മിനിമം വേജസ് ഇല്ല. ഡോക്ടർമാർക്ക് മിനിമം വേജസ് ഇല്ല. നിർഭാഗ്യവശാൽ മിനിമം വേജസ് എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ ഒരു വേജ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അതിനുള്ള ഒരു അതിനൊരു സമുന്നയത്തിലേക്ക് എത്തിക്കുവാനുള്ള, ആശുപത്രികൾ തകർന്നു പോകാത്ത സമുന്നയം വേണം, അല്ലെങ്കിൽ ആശുപത്രികൾ നശിച്ചു പോകുന്ന രീതിയിലുള്ള വേതനത്തിന് വേണ്ടി നമുക്ക് സമരം ചെയ്യാൻ കഴിയില്ല. പക്ഷേ രണ്ടിനെയും നിലനിർത്തുന്ന ഒരു മിനിമം വേജസ്. ഇപ്പം ഒരുപാട് പേര് നിലവിലുണ്ട്. 100 പേര് ഒരു വേക്കൻസിക്ക് അപ്ലൈ ആണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫൈഡ് ഉള്ള ആൾ വരും. അത് സത്യമാണ്, അത് മെഡിക്കൽ പ്രൊഫഷനിലും അങ്ങനെയാണ്. പക്ഷേ കിട്ടുന്ന ആളിന് നല്ല സാലറി, ബേസിക് ആയിട്ടുള്ള ഒരു സാലറി ഉണ്ടാകണം, അടിസ്ഥാന ശമ്പളം ഉണ്ടാകണം. അതിനുവേണ്ടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സർ. എനിക്ക് ഇനിയൊരു ഡോക്ടർ സൗമ്യയോട് ചോദിക്കണം. നമ്മളിപ്പോൾ ഇടയ്ക്ക് കേൾക്കുന്നൊരു പദമാണ് ഷെയറിംഗ്. അതായത് ഇപ്പോൾ പാരൻസ് അവരുടെ എല്ലാ കാര്യങ്ങളും കുട്ടികളെക്കുറിച്ചും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടറുടെ വീഡിയോയിലാണെങ്കിലും മകൾ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു അതിര് കടക്കുന്നതായി തോന്നിയില്ല. ചിലർ ന്യൂഡ് ഫോട്ടോസ്, അപ്പർ ന്യൂഡ് ഫോട്ടോസ് കുഞ്ഞു കുട്ടികളുടെ ആണെങ്കിൽ ഇടാറ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ ഒരു വീഡിയോ എടുത്ത് അവൻ സംസാരിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കാര്യമാണ്. അതിനാണ് ആ ടേം പറയുന്നത്. അത് എത്രത്തോളം ശരിയായൊരു നടപടിയാണ്, അല്ലെങ്കിൽ വെയർ ടു ഡ്രോ ദ ലൈൻ? അത് വളരെയധികം വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്ത് ചെയ്താലാണ് ഒരു വ്യൂ കൂടുതൽ കിട്ടുക എന്നുള്ളത് മാത്രമാണ് പലരുടെയും ഒരു ചിന്ത. അതിൽ പലപ്പോഴും കുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഞാനും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ എൻ്റെ മോളെ കൊണ്ട് ചില ടോപ്പിക്കുകൾ സംസാരിപ്പിക്കാറുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളുടെ കാര്യമാണെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അത് എൻ്റെ മോൾക്ക് 12 വയസ്സാണ്, അവൾ കൗമാരപ്രായത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കുട്ടികളോട് നമ്മൾ സേഫ് ആൻഡ് അൺസേഫ് ടച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊരു കുട്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ നമ്മളത് കാണുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. ഒരു കുട്ടി, ഇപ്പോൾ നിങ്ങളുടെ ഒരു കുഞ്ഞ് അതേ പ്രായത്തിലുള്ള വേറെ കുട്ടി സംസാരിക്കുന്ന കാര്യം കേൾക്കുമ്പോൾ കുറച്ചുകൂടി അത് റിലേറ്റ് ചെയ്യാനും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റിയിട്ടൊക്കെ ഞാൻ മോളെ കൊണ്ട് സംസാരിപ്പിക്കാറുണ്ട്. അവരുടേതായിട്ടുള്ള സിമ്പിളായിട്ടുള്ള അവർ മനസ്സിലാക്കിയിരിക്കുന്ന ബേസിക്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി, ഇപ്പോൾ അശ്വതി പറഞ്ഞ പോലെ പലപ്പോഴും കുട്ടികളുടെയൊക്കെ പല ന്യൂഡ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളിടുന്ന പാരൻസിന് അതൊക്കെ ചിലപ്പോൾ വാത്സല്യം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം കൊണ്ടായിരിക്കാം. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഫോട്ടോസൊക്കെ അതിൻ്റെയൊക്കെ പ്രിവസി എത്രത്തോളം ഉണ്ട്. അത് വലിയ ആൾക്കാരുടെ മാത്രമല്ല, കുട്ടികളുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. നമ്മളറിയാത്ത, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അവബോധം നമുക്കില്ലാത്ത വേറൊരു രോഗം കൂടി നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ ഒരു സൈബർ വേൾഡ് കൂടി നമ്മുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെയുള്ള ചില ആളുകളും കൂടി ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രിവസി പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ വില കൊടുക്കേണ്ട ഒന്നാണ് കുട്ടികളുടെ പ്രിവസി. പലരും കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ ഇന്നതാണ്, അവരുടെ റുട്ടീൻ ഇന്നതാണ്, അവർ ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നു, ആ സമയത്ത് ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് കാണാം. എന്തിനാണ്? നിങ്ങളുടെ കുട്ടിയുടെ സുരക്ഷിതത്വത്തിന് തന്നെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് റിസ്ക് ചെയ്യുന്നത്. കാരണം ഒരു കുട്ടിയെ എന്തെങ്കിലും രീതിയിൽ അപകടപ്പെടുത്താൻ, ഒരു കിഡ്നാപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ വാർത്തകൾ കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങൾ മാക്സിമം സ്വകാര്യമാക്കി വെക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കുട്ടിയുടെ ഒരു ഫോട്ടോ ഇടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനൊരു എവിടെയാണ് ഒരു ലൈൻ വരയ്ക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അച്ഛനമ്മമാർ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ അവസാനം ചോദിച്ച ആ ഒരു കുട്ടിയുടെ വീഡിയോ വൈറലായത് നിങ്ങളും ഞാനും ഒക്കെ കണ്ടു. നമ്മൾ അതിനെപ്പറ്റി ആ കുട്ടിയുടെ ഭാഗം സംസാരിക്കുമ്പോൾ പലരും വളരെ ഒട്ടും സഹിഷ്ണുതയില്ലാതെയാണ് പറയുന്നത്. അപ്പോൾ പലരും എന്നോട് ഞാൻ അതിനെപ്പറ്റി ഒരു ടോക്ക് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന് ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് വളർത്തിക്കോളൂ, എന്നിട്ട് ആ കുട്ടീനെ ഒന്ന് നന്നാക്കൂ എന്നൊക്കെയുള്ള. നോക്കൂ, ഇത് നിങ്ങളുടെ കുഞ്ഞാണ്, അല്ലെങ്കിൽ എൻ്റെ മോളാണ് അങ്ങനെ പെരുമാറിയത്, നിങ്ങളുടെ മോനാണെങ്കിൽ എല്ലാവരും പറയണ പോലെ ഈ ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് ഒരു 10, 12, 13 വയസ്സിലൊരു കുട്ടിയാണ്. ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കാനുള്ള ഒരു പ്രായമാണോ അത്? ആ കുട്ടി പെരുമാറിയ രീതി കംപ്ലീറ്റ്ലി അബ്നോർമലാണ്, അത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഞ്ഞ് ആ പ്രായത്തിൽ ആ രീതിയിൽ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ
അത് ഒരു നിമിഷ നേരം കൊണ്ടുവന്ന ഒരു ഇമ്പൾസീവ് ആക്ട് അല്ല. അതിൻ്റെ പുറമേ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറികൾ പലതും ഉണ്ടായിരിക്കും. ആ കുട്ടി അതിൽ പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ ചെയ്ത മെൻ്റൽ ടോർച്ചർ എന്ന് ആ കുട്ടി റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കുട്ടിയുടെ വീട്ടിലെ പരിസ്ഥിതി എന്തൊക്കെയാണ്, ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഇതൊരു ചെറിയ കണ്ണിലൂടെ കണ്ട് ഒരു റീല് കണ്ട് അഭിപ്രായം പറഞ്ഞ് ആ കുട്ടിയെ ആക്ഷേപിക്കേണ്ട ഒരു സന്ദർഭമല്ല. ഇത് നമ്മുടെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പം അങ്ങനെ ചിന്തിക്കുക, ഇത് ആരുടെയോ കുട്ടിയാണ്, ആരുടെയോ വീട്ടിലെ കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പറയും there are no born criminals. അതെ. അപ്പം നമ്മൾ തള്ളിക്കളയേണ്ടത് ആ കുഞ്ഞിനെയല്ല, ആ കുഞ്ഞ് ചെയ്ത പ്രവൃത്തിയെയാണ്. അപ്പോൾ അത് തിരുത്തപ്പെടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ. ഇപ്പം പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിൽ ആരാണ് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനിക്ക് തോന്നുന്നില്ല അതിപ്പോഴും പുറത്ത് വന്നിട്ടുണ്ട്. ആരായാലും അതിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വൈറലാക്കാം. പക്ഷേ വൈറലാക്കി എല്ലാവരെയും അറിയിക്കുന്നത് കൊണ്ട് ആ കുഞ്ഞിന് എന്ത് ഗുണമാണ് കിട്ടിയത്, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് എന്ത് പരിഹാരമാണ് നമ്മൾ കണ്ടത്? അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾ എവിടെ എങ്ങനെ എന്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ള 2 or 3 തവണ ആലോചിക്കുക. കാരണം ഇത് പലരുടെയും ജീവിതമാണ്, നമ്മുടെയും ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് പല രീതിയിൽ അതിനെ ഹാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തിങ്ക് ട്വൈസ്. യെസ്. ഇനി എനിക്ക് ഓഡിയൻസിനുള്ള ഒരു സംസാരിക്കാനുള്ളൊരു വേദിയാണ്. അപ്പോൾ ആദ്യം തന്നെ സാറ് ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ മൈക്ക് സർ. വേഗം അടുത്ത ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് കടന്നു വന്നാൽ നമുക്ക് വേഗം സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ചോദ്യമല്ല, ഡോക്ടർമാരിൽ പരിപൂർണ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കാരണം കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആദ്യവും അതിനുശേഷം തൃശ്ശൂർ തുടങ്ങിയപ്പോൾ അവിടെ HOD മറ്റേ ജനറൽ മെഡിസിനിലായിരുന്ന ഡോക്ടർ KG നായർ. ഞങ്ങൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ കുറേ പേര് അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്തേ പോവുള്ളൂ. കാരണം സ്പെഷ്യലിസ്റ്റുകൾ ഇല്ലാഞ്ഞിട്ടല്ല, സാറിൻ്റെ അടുത്ത് എന്ത് ചോദിക്കും, സാറുടൻ ചിലപ്പോൾ സാറെ പല ടെസ്റ്റുകളും ചെയ്യാൻ പറയും. അതെല്ലാം പുള്ളി നമ്മളെ കൃത്യമായിട്ട് നോക്കുന്നതാണ്. ഏതാണ്ട് 90 വയസ്സിന് അടുത്തെത്താറായി, കോവിഡ് വാക്സിൻ എടുക്കാത്ത ഡോക്ടറാണ് അദ്ദേഹം. പക്ഷെ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അതിനുശേഷം പുള്ളി പറയും അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കും ആരെ കാണണം, അപ്പോൾ സാറ് പറയും ഇന്നയാളെ കണ്ടാൽ മതി. മാത്രമല്ല നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും സാറ് അവിടെ പറഞ്ഞിട്ടുണ്ടാവും, സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കും. അങ്ങനെ ആ ഡോക്ടർ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഡോക്ടറും ഒരു സാധാരണക്കാരനുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് അദ്ദേഹത്തെ പോലെ ഞാനൊരു മറ്റൊരാളെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ തന്നെ വേറൊരു കൊളീഗിൻ്റെ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞേക്കാം. കാരണം എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് ഹൈ ഫീവർ ആയിരുന്നു. നേരത്തെ സൗമ്യ പറഞ്ഞ മാതിരി ഫോണിൽ വിളിച്ചു ചോദിച്ചു. ഉടനെ അദ്ദേഹം എന്താ പറയുന്നറിയാം, എത്രയും പെട്ടെന്ന് കുട്ടിയുമായിട്ട് വരിക. രാത്രി 2 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവൻ തിളച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് തൊട്ടടുത്ത പുള്ളിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഭാഗ്യത്തിന് ഫിറ്റ്സിലേക്കൊന്നും ആയില്ല. അതാണ് യഥാർത്ഥ ഡോക്ടർ. വളരെയധികം കൊളീഗ്സ് ക്ലാസ്മേറ്റ്സ് ഡോക്ടറായ ഒരാൾ എന്ന നിലയിൽ നിങ്ങൾ ഡോക്ടർമാരോട് എല്ലാവരോടും അങ്ങനത്തെ തികഞ്ഞ ബഹുമാനമുണ്ട്. സർ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു പോയിന്റ്. സർ, ഇങ്ങനെ സംസാരിക്കാനുള്ള സാവകാശവും സമയവും കൂടെ കിട്ടുന്ന അവസരം ഞങ്ങൾക്ക് ഡോക്ടർമാർക്ക് ഉണ്ടാകുന്നില്ല. ഒരു രോഗിയെ നോക്കാൻ ചിലപ്പോൾ ഒരു 10 സെക്കൻഡിൽ താഴെ സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ ലക്കിലി സാറിനോട് സംസാരിക്കാൻ കിട്ടിയ സമയം കൊണ്ടാണ് സാറിനൊരു മതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞത്. പലപ്പോഴും ഞങ്ങൾക്ക് ആ സമയം കിട്ടാറാതെ പോകുന്നത് ഒരു വസ്തുതയാണ് എന്നുള്ളതാണ്. ഞാൻ പറയാം, പല കോൺട്രവേഴ്സി ഒന്നും ആവില്ലെങ്കിൽ പറയാം. ഞാനൊരു ENT സർജനാണ്. തലയിൽ മുഴുവൻ തട്ടനിട്ട് ഒരു 100 പിന്നും കുത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. എനിക്ക് ഈ പേഷ്യൻ്റ് ആകപ്പാടെയുള്ളത് 2 മിനിറ്റാണ്. അപ്പോൾ എനിക്ക് ത്രോട്ട് നോക്കണം, കഴുത്ത് നോക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റിത്തരുമോ എന്ന് ചോദിക്കുന്നത് വളരെ പൊളൈറ്റായിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ഓരോ പിന്നായി എടുക്കുന്ന സമയം മുഴുവൻ പോവാം, അത് മറ്റു രോഗിയുടെ സമയം പോവാം. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഈ രോഗം ചികിത്സിക്കാനുള്ള സമയം അഡിക്വേറ്റായിട്ട് കിട്ടുന്നില്ല എന്നൊരു വിഷയം കൂടെ ഉണ്ട് ഈ കാര്യത്തിൽ. താങ്ക് യു സർ. അടുത്തതായിട്ട് ആർക്കെങ്കിലും അടുത്ത ചോദ്യം? ആദ്യം തന്നെ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ തന്നതിന് എല്ലാവർക്കും നന്ദി. ഞാനൊരു MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് കോഴ്സിൽ കയറിയത് മുതൽ ഉണ്ടാവുന്ന ഒരു സംശയമാണ്. നമ്മളിപ്പോൾ നീറ്റ് എക്സാം വഴിയാണ് നമുക്ക് MBBSലേക്കുള്ള അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ നമ്മൾ കോഴ്സിലേക്ക് കടക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് എത്രത്തോളം എമ്പതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഇതൊക്കെ എത്രത്തോളം ഉണ്ടെന്നൊന്നും ഈ ഒരു എക്സാമിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് എത്തിയതിന് ശേഷവും എത്രത്തോളം മെഡിക്കൽ സ്റ്റുഡൻസിന് അവരുടെ എമ്പതി ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളൊരു വളരെ വലിയൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ സിലബസിൽ 8Com എന്ന് പറഞ്ഞിട്ട്
ആറ്റിറ്റ്യൂഡ്, എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ പുതിയ കരിക്കുലം വന്നതിന് ശേഷവും അതൊന്നും വലുതായിട്ട് നടക്കുന്നില്ല. കാരണം നമ്മുടെ അക്കാഡമിക്സ് തന്നെ പഠിക്കുന്നതിനും വളരെ സമയബന്ധിതമായതുകൊണ്ട് അതൊന്നും നന്നായിട്ട് നടക്കുന്നില്ല. അപ്പോൾ എൻ്റെ സംശയം അല്ലെങ്കിൽ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം നേരത്തെ ഈ ഒരു എംപതി അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, എത്തിക്സ്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു മേഖലയിലേക്ക് മെഡിക്കൽ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കണമെന്ന് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ എത്രത്തോളം നേരത്തെ നമ്മൾ അതിൽ ഇൻ്റർവെൻ ചെയ്താൽ നമുക്ക് അവരെ എംപതിയുള്ള എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്ന ഡോക്ടേഴ്സായിട്ട് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രത്യേകമായിട്ട് ആ ചോദ്യം ഉണ്ടോ? അതിൽ IMAക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ പ്രത്യേകിച്ച് വർക്ക്ഷോപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അത് വളരെ റെലവൻ്റ് ആണ്. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രീ മെഡിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് വെച്ചതിന് ശേഷമാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് കടന്നത്. അതിലേക്ക് മാറ്റേണ്ടതായിട്ട്. പക്ഷേ ഇപ്പോൾ ചെയ്യാനുള്ളത്, മുൻ പറഞ്ഞ ആ ചോദ്യത്തിനുള്ള പ്രധാനപ്പെട്ട ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഈ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല. കരിക്കുലത്തിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അതിൽ ചോദ്യമില്ലാതെ മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കില്ല, ശ്രദ്ധിക്കില്ല, ടീച്ചർമാർ പഠിപ്പിക്കത്തില്ല. അപ്പോൾ ആ ബേസ് ചെയ്തിട്ട്, അതായത് ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ അതിലെ ഫോക്കസ് ചെയ്തിലേക്ക് ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടുന്ന ഒരു രീതിയിലേക്ക് മാറണം. എങ്കിലേ അതിൽ അറ്റൻഷൻ വരുള്ളൂ. കരിക്കുലത്തിലുണ്ട്, പക്ഷെ ആരും ക്ലാസ്സിൽ കയറാത്ത അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് അറ്റൻഡൻസ് ഉള്ള ഒരു വിഷയമായി മാറിപ്പോകാതെ അത് മാറേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, കാരണം ഇപ്പോഴും നമ്മുടെ മക്കൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നതിൽ നല്ലൊരു ശതമാനം ഇപ്പോഴും അച്ഛനമ്മമാർക്ക് വലിയൊരു പങ്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ഡോക്ടർ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്തിനൊരു ഡോക്ടർ ആക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് നല്ല പോലെ ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. പലരും ഇപ്പോഴും പല തെറ്റിദ്ധാരണകളിലുമാണ്. കാരണം DR എന്ന് പറയുന്ന 2 അക്ഷരം നമ്മുടെ പേരിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് സിമ്പൽ ഒന്ന് കൂട്ടാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ ഒരിക്കലും ഈ പ്രൊഫഷനിലേക്ക് പറഞ്ഞയക്കരുത്. പല മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ ഇവൻ കുട്ടികളുടെയും തെറ്റിദ്ധാരണ എൻ്റെ അടുത്തേക്ക് പലരും ഇടാറുണ്ട് പരീക്ഷയുടെയൊക്കെ മുമ്പ്, ഒന്ന് കുട്ടിയെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞിട്ട്. പലപ്പോഴും ഉപദേശം കഴിയുമ്പോൾ കുട്ടി ചിലപ്പോൾ ഡോക്ടർ ആവണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും എന്നെ അച്ഛനമ്മമാർ പലരും എന്നോട് വളരെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, സൗമ്യ ഇപ്പോൾ ഡോക്ടറൊക്കെ ആയി, ഓക്കെ, നല്ല രീതിയിൽ ജീവിക്കണു, ഞങ്ങളുടെ മക്കളെ ഒന്ന് ഡോക്ടറാക്കാൻ നോക്കിയപ്പോൾ ഇപ്പോൾ നെഗറ്റീവായിട്ട് മക്കളോട് സംസാരിച്ചു. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ സത്യാവസ്ഥയാണ്. അതായത് നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ 15-20 കൊല്ലം പഠിക്കണം ഇന്നത്തെ രീതിയിൽ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന, നിങ്ങളെ MBBS കഴിഞ്ഞാൽ എത്ര പേരുടെ അടുത്ത് നിങ്ങൾ പോകാറുണ്ട്? അസുഖമായിട്ട് പോകാറുണ്ടോ? ഇല്ല. MBBS കഴിയുമ്പോഴേക്കും ഒരു 5-6 കൊല്ലം, അത് കഴിഞ്ഞാൽ നീറ്റ് PG, ഇതപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ അതിനുള്ള പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റി, അവിടെയും നിർത്താൻ പറ്റില്ല. അത് കഴിഞ്ഞ് വീണ്ടും നീറ്റ് PG, സൂപ്പർ സ്പെഷ്യാലിറ്റി, 10-15 കൊല്ലം. അത് ഏത് 10-15 കൊല്ലം? 18 വയസ്സ് മുതൽ നിങ്ങളുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള 10-15 കൊല്ലം, 10-35 വയസ്സാവും ആദ്യത്തെ സാലറി വാങ്ങാൻ. ആദ്യം മനസ്സിലാക്കുക, ഓക്കെ. അപ്പോഴേക്കും നിങ്ങളുടെ കൂടെ പഠിച്ച എഞ്ചിനീയറിംഗുകാരൊക്കെ UK-ലും US-ലൊക്കെ പോയി സെറ്റിൽ ചെയ്ത് അവർ ചിലപ്പോൾ റിട്ടയർമെൻറ്റിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മളിവിടെ ജോലി എടുത്ത് തുടങ്ങുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കിട്ടുന്ന സാലറിയെ പറ്റിയിട്ടുള്ള മിനിഞ്ഞാന്നത്തെ സെഷനിൽ ആരും എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ ചാക്കിലല്ലേ നോട്ടുകെട്ടുകൾ കെട്ടിക്കൊണ്ടുപോകാറുള്ളതെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, എന്തായാലും എൻ്റെ കയ്യിൽ ചാക്ക് ഉണ്ടാവാറില്ല. ഇതൊക്കെയാണ് പലരുടെയും തെറ്റിദ്ധാരണ. ചാക്കിൽ കെട്ടിക്കൊണ്ടുപോകണവരൊക്കെ ഉണ്ടായിരിക്കാം കേട്ടോ. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്നത്തെ ഇപ്പോൾ ഈ മകനടക്കം കയറി വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ മിനിമം സാലറി പോലും, നിങ്ങൾ പല ഡോക്ടർമാരുടെയും സാലറി കേട്ടാൽ ഞെട്ടും. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പൂജ്യങ്ങളൊന്നും അത്ര പൂജ്യങ്ങളില്ല, അതിനെക്കാട്ടൊക്കെ 1-2 പൂജ്യം കുറവായിരിക്കും. സാലറിയുടെ കാര്യം ഇനി ഇറങ്ങാൻ പോകുന്ന തലമുറയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. സാലറി വളരെയധികം കഷ്ടമാണ്. ജോലി കിട്ടാനുള്ള സാധ്യത വളരെയധികം, തട്ടിമുട്ടി നടക്കാൻ പറ്റില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് 1000-ൽ താഴെ സീറ്റുകളാണ് കേരളത്തിൽ MBBS ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 10,000-ത്തിലധികം ഡോക്ടർമാരാണ് ഓരോ കൊല്ലവും പുറത്തിറങ്ങുന്നത്. അത് കേരളത്തിലെ കാര്യം. ഇനി പുറത്ത് പഠിച്ച് ജോർജിയയിലും ചൈനയിലൊക്കെ പോയി പഠിച്ചു വരുന്ന ആളുകൾ വേറെ സംസ്ഥാനങ്ങളിൽ പോയി പഠിച്ചു വരുന്ന ആളുകൾ വേറെ. ലക്ഷക്കണക്കിന് ഡോക്ടറുകളാണ് ഓരോ കൊല്ലവും നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഇതിന് മാത്രം ജോലി? അപ്പോൾ അതുകൊണ്ട് ജോലി സാധ്യതയില്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി മാത്രം, അവസാനമായിട്ടല്ല എങ്കിലും പറയുകയാണ്, ഒരു കാര്യം കൂടി ചിന്തിക്കുക, നിങ്ങളുടെ മക്കൾക്ക് ഒരു ഡോക്ടർ ആവാൻ തക്കവണ്ണമുള്ള ക്ഷമയുണ്ടോ? ഇത്രയും കൊല്ലം പഠിക്കാനുള്ള ക്ഷമയുണ്ടോ? അത് മാത്രമല്ല, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ രോഗികളെ കാണാനും ഇന്നത്തെ ഒരു അവസ്ഥയിൽ രോഗികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു രീതികൾ അറിയാലോ, ഇതൊക്കെ ഡീല് ചെയ്യാനുള്ള കഴിവുണ്ടോ, ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് ചിന്തിക്കുക. ഒരു കാര്യം കൂടി ഞാൻ അതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഡോക്ടർമാർക്ക് മാത്രമല്ല എംപതി, ഏതൊരു ഹ്യൂമൻ ബീയിങ്ങും ജനിച്ച മുതൽ എംപതി എന്ന് പറയുന്ന ഒരു ഘടകം വെച്ചിട്ട് വേണം ജീവിക്കാൻ വേണ്ടി. അതിൽ നിന്നും മിടുക്കന്മാരാണ് ഡോക്ടർമാരായി പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് നാച്ചുറലി തന്നെ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും ഒരു അറിവുണ്ടായിരിക്കും. ശരിയാണ്, നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാൽ പോലും അതുകൂടി കൾട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചോദ്യം കൂടി എടുക്കാനുള്ളൊരു സമയം നമുക്കുണ്ട്. ഇവിടെ
പിന്നെ അഭിനന്ദനങ്ങൾ. മനുഷ്യൻ്റെ ഈ ആധുനിക കാലത്ത് ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ബേക്കറി ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യകരമായ ഒരു സമൂഹം വാർത്തെടുക്കാൻ ഡോക്ടർമാരെന്ന നിലക്ക് നിങ്ങൾ ഈ സമൂഹത്തോട് എന്താണ് ഉപദേശിക്കാനുള്ളത്? ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം കഴിഞ്ഞ കാലഘട്ടത്തെ അപേക്ഷിച്ചിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ അത് പ്രായമുള്ളവരിൽ മാത്രമല്ല നമ്മുടെ കുട്ടികളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അതീവ തൂക്കം ഉള്ള ഓവർ വെയ്റ്റും ഒബീസിറ്റി ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള പ്രായമുള്ളവരിലെ പോലെ തന്നെ പണ്ടത്തെ പോലെ കുട്ടികൾ കളിക്കുന്നില്ല. അതുപോലെ അവരുടെ ആഹാര രീതികൾക്കും നിയന്ത്രണമില്ലാതെയാണ് പോകുന്നത്. ഇപ്പോൾ 70കളിലും 80കളുടെ തുടക്കം വരെയൊക്കെ പോഷകാഹാരക്കുറവായിരുന്നു എങ്കിൽ പോഷകാഹാരക്കുറവ് ഇല്ലെന്നല്ല, അതിനേക്കാളും കൂടുതൽ അതിൻ്റെ ആധിക്യത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മുടെ ദാരിദ്ര്യം പുറകോട്ട് പോയിട്ടുണ്ട്. കൂടാതെ ഭക്ഷണം കഴിക്കേണ്ടത് വീട്ടിലുള്ളതല്ല, മറ്റുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. തീർച്ചയായിട്ടും അത് ശരിയായൊരു പ്രവണതയല്ല. അത് എല്ലാ തരത്തിലും നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയേണ്ടതുണ്ട്. നമ്മൾ ഒറ്റ വാക്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുക തന്നെയാണ് വേണ്ടത് എന്ന് മാത്രം. കാരണം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതശൈലി രോഗങ്ങളുടെ നേരത്തെ തന്നെ തുടങ്ങുന്നതുകൊണ്ട് പ്രായമാവുമ്പോഴത്തേക്കും ആ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെല്ലാം നിരുത്സാഹപ്പെടുത്തണം. ഈ ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരുപാട് വെറൈറ്റിയും കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് ചർച്ചയ്ക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ കാര്യം ഒറ്റ വാക്കിൽ നിരുത്സാഹപ്പെടുത്തുക എന്ന് തന്നെയാണ്. ഓക്കെ സർ, നമ്മൾ മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഭക്ഷണം കൊണ്ട് വ്യഭിചരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും. 4 പൊറോട്ട അടിക്കുക ഒരു ഓട്ടോയിൽ കയറി എത്തിയിട്ട് ഡോക്ടറെ ഗ്യാസിനൊരു ഗുളിക തരുമോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മാറ്റേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ഒരു ചോദ്യം കൂടി എടുക്കാം, ലാസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി. നമ്മൾ ഏറ്റവും വിലപ്പെട്ടതാണല്ലോ ജീവന്. ഇപ്പോൾ ഒരു മൊബൈൽ നമ്മളൊരു കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ അതിപ്പോൾ അറിയുന്ന ഒരാൾ കറക്റ്റ് റിപ്പയർ ചെയ്യും. അല്ല നമ്മൾ പല കടകളിൽ കൊണ്ടുപോയി കൊടുത്താൽ ചിലപ്പോൾ അവസാനത്തെ കടയിൽ നിന്ന് ശരിയായി കിട്ടും. നമ്മളിപ്പോൾ ഒരു ഡോക്ടറടുത്ത് പോയാൽ ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പരിമിതി പറയാതെ നമ്മളെ അനാവശ്യമായിട്ട് ചികിത്സിക്കുന്നത് കൊണ്ടാണ് പലർക്കും ഡോക്ടറിൽ ആശ്വാസം വരുന്നത്. ഒരു ഡോക്ടർ ഇത് അടുത്തൊരാളെ കാണിക്കാൻ വേണ്ടി പറയുന്നില്ല. അപ്പോൾ ആ രോഗം പല പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടാവണം. പറഞ്ഞ ഡയഗ്നോസിസ് തെറ്റായി പോകണോ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ അവിശ്വസിക്കുന്ന ഒരു പ്രശ്നം. പിന്നെ രണ്ടാമത് നമ്മളിപ്പോൾ മോഡേൺ മെഡിസിൻ ഇപ്പോൾ പാരമ്പര്യമായിട്ട് നമ്മളെ ഉള്ള ഇപ്പോൾ ആയുഷ്മാൻ പോലുള്ള പ്രശ്നം, പിന്നെ ഇങ്ങനെ ഹോമിയോപ്പതി, ഈ 3 ചികിത്സാ രീതികളിൽ പിന്നെ ഇപ്പോൾ സുൽഫി സാറൊക്കെ ചാനൽ ചർച്ചയിൽ കാണാൻ ഭയങ്കരമായിട്ട് ഇത് പരീക്ഷണ നിരീക്ഷണം കൂടെ കടന്നു പോകാത്തതാണ്. അതുകൊണ്ട് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഇത് നിങ്ങൾ MBBSനും മാർക്ക് കുറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല തട്ടായി പോകുന്നതല്ലേ. ശരിക്കും നിങ്ങൾ പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ പരിധിയും പരിമിതിയും പഠിപ്പിച്ചു കൊടുക്കല്ലേ വേണ്ടത്, അല്ലാതെ അടച്ചാക്ഷേപിക്കലല്ലോ വേണ്ടത്. ഇപ്പോൾ ഒരു പിന്നെ മോഡേൺ മെഡിസിനിൽപ്പെട്ട ഒരു ഡോക്ടർ ഒരിക്കലും പിന്നെ ടോളറേറ്റ് ചെയ്യില്ല ഒരു പിന്നെ ആയുർവേദ ഡോക്ടറേറ്റ്. ഇവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട അലോപ്പതിയിലും ഹോമിയോപ്പതിയിലൊക്കെ മാറി മാറി ചികിത്സിക്കും. അതെ, അപ്പോൾ അത് പറയാതെ ചോദ്യം ചോദിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ എല്ലാവരും പരസ്പരം അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഇന്ന മോഡേൺ മെഡിസിൻ ഇന്ന മേന്മകളൊക്കെ ഉണ്ട്, ആയുർവേദത്തിന് ഇന്ന മേന്മകളുണ്ട്, അതിൻ്റെ പരിമിതി ഉണ്ട്, ഹോമിയോപ്പതിക്ക് ഇന്ന പരിമിതി, അത് ജനങ്ങളെ ശരിക്കും സ്റ്റഡി ചെയ്യില്ല വേണ്ടത്. അത് ജനങ്ങളിൽ ഭയങ്കര പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലേ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ആയുർവേദത്തെ ക്വസ്റ്റ്യൻ പിടികിട്ടി. ഞാൻ പറയാം. ആദ്യത്തെ കാര്യത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പോൾ അനിയനോട് പറയാനുള്ള എൻ്റെ ഏറ്റവും അഡ്വൈസ്, ബി ഷുവർ ഓഫ് വാട്ട് യു ഡു നോട്ട് നോ. എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ നല്ല കൃത്യത വേണം, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെക്കുറിച്ച് ആസ് എ ഡോക്ടർ. അപ്പോൾ എനിക്ക് എപ്പോഴും മറ്റൊരാളിലേക്ക് എത്തിക്കേണ്ട രോഗികളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ഫാമിലി ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു കുടുംബ ഡോക്ടർ എന്ന കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരേണ്ട കാലമാണ്, തിരിച്ചു പോകേണ്ട കാലമാണ്. മുമ്പൊക്കെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടറിനെ വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ മറ്റ് വൈദ്യശാസ്ത്ര ശാഖകൾ. അപ്പം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എവിഡൻസ് ബേസ്ഡ് ആണ്. തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. തെളിവുകളില്ലാത്തതിനെ സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് സാധനങ്ങൾ പറയാതെ പറയേണ്ടി വരും. കാരണം ഞാൻ പഠിച്ച വൈദ്യശാസ്ത്രത്തിലെ രീതികളെക്കുറിച്ച് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് ശാസ്ത്രമാണ്. താങ്ക് യു സർ. നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ ചേച്ചി കൺക്ലൂഡ് ചെയ്യാൻ.
ഒന്നുമല്ല, ഞാൻ എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന ഡോക്ടേഴ്സിനെ പറ്റി 2 വാക്ക് പറയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ സെഷൻ എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം സുൽഫി സാറും പുരുഷോത്തമൻ സാറും ഞങ്ങളെല്ലാവരും, അതായത് ഓരോ തലമുറ മാറി വരുമ്പോൾ ഞങ്ങളുടെ ഗുരുതുല്യരായിട്ട് കാണുന്ന ഡോക്ടേഴ്സാണ്. സുൽഫി സാർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാനൽ ചർച്ചകളൊക്കെ വളരെ സജീവമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലേക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിലൂടെ, കാര്യം ഞങ്ങളുടെ അസോസിയേഷനിലൂടെ ഇങ്ങനെയുള്ള പല കാലാനുസൃതമായിട്ടുള്ള പല മാറ്റങ്ങളും ഞങ്ങൾക്കിടയിൽ സംഭവിക്കാനുണ്ട്. അത് ഞങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. നിങ്ങൾ പറയുന്ന ഓരോ വിമർശനങ്ങളും ഒരിക്കലും അസഹിഷ്ണുതയോടുകൂടി കാണുകയില്ല. ഞങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ വരാനുണ്ട്. ആ മാറ്റങ്ങൾ വരുത്താനായിട്ട് വളരെയധികം ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഒരു ലീഡർ കൂടിയാണ് സുൽഫി സാർ. അപ്പോൾ സുൽഫി സാറോട് ഞാൻ എൻ്റെ നന്ദി അത്രത്തോളം നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. അതുപോലെയാണ് പുരുഷോത്തമൻ സാറ് എന്ന് പറഞ്ഞാൽ എനിക്ക് സാർ പീഡിയാട്രിക്സിലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ HOD ആയിരുന്നു. ഇപ്പോൾ MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം HOD ആണ്. സാറാണ് എൻ്റെ ബുക്ക്. കാരണം ഞാൻ എഴുതുന്നത് ഒരു നോവലോ ചെറുകഥയോ അല്ലാതെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു മെഡിക്കൽ ബുക്കായതുകൊണ്ട് തന്നെ ഒരു തെറ്റും പാടില്ല എന്നുള്ളൊരു വലിയ നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഓരോ വാക്കുകൾ ഞാൻ പറയില്ല, ഓരോ അക്ഷരങ്ങളും തിരുത്തി തന്നതും എഡിറ്റ് ചെയ്ത് തന്നതും പുരുഷോത്തമൻ സാറാണ്. സോ സാറിനോടും എൻ്റെ നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ്. ഇന്ന് ഈ സെഷനിൽ അവർ വന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു എവരിവൺ. നമ്മുടെ പുസ്തകം DC ബുക്സിൻ്റെ സ്റ്റാളിൽ അവൈലബിൾ ആണ്. എല്ലാവരും വാങ്ങിക്കുക. താങ്ക് യു.